എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 15. ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനത്തിന് കാരണമായ കാര്യങ്ങൾ. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടത്. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദിതിയുടെ ഗർഭധാരണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എങ്ങനെയാണ് ഗർഭധാരണം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കശ്യപ മഹർഷി പറയുന്ന ആ ഒരു ശാപം, രണ്ട് അസുരന്മാരായിരിക്കും, അവരാൽ സകല ലോകത്തിലും ദേവന്മാർക്കും ഒക്കെ ഒരുപാട് ദുരിതം വിതയ്ക്കുന്ന മക്കളായിരിക്കും. അവർ ഭഗവാന്റെ കൈകൾ കൊണ്ടായിരിക്കും വധിക്കപ്പെടുക. പക്ഷേ ഒരു അനുഗ്രഹം അതോടൊപ്പം കൊടുത്തത് അതിലൊരാളുടെ മകനായിട്ട് ജനിക്കുക ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനായിരിക്കും എന്ന് പറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. അതിനുശേഷം ദിതി എന്ത് ചെയ്തു? അനുഗ്രഹമൊക്കെ കിട്ടിയതിൽ വളരെ സന്തോഷമായി. പക്ഷേ ഈ രണ്ട് പുത്രന്മാർ, ഗർഭത്തിൽ വളരുന്ന ഈ രണ്ട് പുത്രന്മാർ പുറത്തു വന്നാൽ ലോകത്തിന് വിതയ്ക്കാൻ പോകുന്ന നാശം, അതിനെക്കുറിച്ച് ഓർത്ത് വളരെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി. ദേവന്മാർക്ക് ദുരിതം വിതയ്ക്കുന്ന മക്കളാണല്ലോ. അപ്പം ആ കുഞ്ഞുങ്ങളെ പ്രസവിക്കാതെ 100 വർഷം ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഗർഭത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മക്കൾ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ പ്രഭാവം, അവരിൽ നിന്ന് വരുന്നൊരു ശക്തി കൊണ്ട് എല്ലാ ലോകങ്ങളിലും അജ്ഞാനത്തിൻ്റെ ഒരു അന്ധകാരം ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരൊക്കെ പരിഭ്രാന്തരായിപ്പോയി. ദേവന്മാരുടെ തേജസ്സൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. അവർ നേരെ ബ്രഹ്മദേവനെ കാണാൻ ചെന്നു. ബ്രഹ്മദേവനോട് സങ്കടം പറഞ്ഞു, അങ്ങ് അറിയുന്നില്ലേ, ലോകം മുഴുവനും തമസ്, ഒരു അന്ധകാരം വ്യാപിക്കുന്നതായി കാണുന്നില്ലേ? അങ്ങേക്ക് അറിയാത്തതായിട്ട് ഈ ലോകത്ത് എന്താ ഉള്ളത്? അങ്ങേക്കറിയാത്തതായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത്? എല്ലാവരും അങ്ങയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സകല ചരാചരങ്ങളുടെയും മനസ്സിലെ ഉദ്ദേശങ്ങളും ചിന്തകളെക്കുറിച്ചും അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഞങ്ങളിൽ നിക്ഷിപ്തമായ കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ദേവന്മാർ പറയാണ്, മുഴുവൻ അന്ധകാരം വ്യാപിക്കുന്നതിനാൽ. അപ്പോൾ എന്താണ് ഒരു പരിഹാരം എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ, അവർ ജന്മനാ ജീവൻ മുക്തന്മാരായ അവർ ഒരു ആകാശചാരികളായിട്ട് ആകാശത്തിലൂടെ ആ ശൂന്യതയിൽ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വൈകുണ്ഠലോകം ദർശിക്കണമെന്ന്, വൈകുണ്ഠലോകം കാണണമെന്ന് ഒരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടായി. അങ്ങനെ അവർ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവർ കണ്ട വൈകുണ്ഠം, അവരവരുടെ മനസ്സുകൊണ്ട് കണ്ട ആ വൈകുണ്ഠത്തെക്കുറിച്ചാണ് ബ്രഹ്മദേവൻ ഇവിടെ ദേവന്മാർക്ക് വർണ്ണിച്ചു കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ. സനകാദി മഹർഷിമാർ അവരുടെ മനസ്സിൽ ഇങ്ങനെ വൈകുണ്ഠ ലോകം കാണുമായിരുന്നു. ആ കണ്ട വൈകുണ്ഠ ലോകത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ ഇങ്ങനെ ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കണം ആ വർണ്ണന. അതാണ് നമ്മൾ കണ്ടത്. ആദ്യം വൈകുണ്ഠത്തിലെ പാർഷദന്മാർ, ഭഗവാന്റെ അതേ രൂപത്തോടു കൂടി നിൽക്കുന്ന പാർഷദന്മാർ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ നിഷ്കാമമായിട്ടാണ് ഭഗവാനെ പൂജിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്ന സകല പരമമായ ശക്തിയായ ആ ഭഗവാൻ മഹാവിഷ്ണു അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവായി ഇരുന്നു കൊണ്ട് ഞങ്ങൾക്കൊക്കെ പൂർണ്ണ സന്തോഷം നൽകുകയാണ്. പിന്നെ അതിനുശേഷം
വൈകുണ്ഠത്തിലെ ഒരു വനം, നൈശ്രേയസം എന്ന വനം, അവിടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കഴിവുള്ള വൃക്ഷങ്ങൾ, എല്ലാ ഋതുക്കളിലും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്ന ഒരു നൈശ്രേയസം എന്ന വനം, അതിനെക്കുറിച്ച് വർണ്ണിച്ചു. ആ നൈശ്രേയസത്തിലൂടെ ഒഴുകുന്ന നദികൾ, അതിലൂടെ ആ നദികളിൽ ഒഴുകുന്ന ആ നദികളിൽ നിന്നും വിടർന്നു പൊന്തുന്ന പൂക്കൾ, മാധവി പൂക്കളിൽ നിന്നും വരുന്ന മണം ആ കാറ്റിൽപ്പെട്ട് നൈശ്രേയസം എന്ന വനത്തിൽ ഉടനീളം പരന്നാലും അവിടെയുള്ള ഭഗവാന്റെ പാർഷദന്മാർ തൻ്റെ പത്നിമാരോടൊപ്പം വിമാനങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഭഗവാനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ സുഗന്ധം, അവരുടെ ഗന്ധം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതിലേക്ക് അവരുടെ മനസ്സ് പോകുന്നില്ല. അതായത് ഭഗവാന്റെ പാർഷദന്മാർ പൂർണ്ണമായും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിഞ്ഞവരാണ്. കാണാനും മനോഹരമായ കാഴ്ചകളൊക്കെ അവിടെയുണ്ട്, പക്ഷെ നല്ല സുഗന്ധമുണ്ട്. പക്ഷെ അതിനെയൊക്കെ ജയിക്കാൻ അതിലേക്കൊന്നും അവരുടെ മനസ്സ് ആകൃഷ്ടരാവാതെ പൂർണ്ണമായും ഭഗവാനിൽ രമിച്ചിരിക്കുകയായിരുന്നു അവർ. പിന്നെ അവിടെയുള്ള പക്ഷികളൊക്കെ ഇങ്ങനെ കളകളനാദമൊക്കെ ഉണ്ടാക്കുമെങ്കിലും അവിടെ ആ തേനീച്ചകൾ, അവിടെയുള്ള തേനീച്ചകൾ ഭഗവത് കഥകൾ ഇങ്ങനെ മൂളിപ്പാടി നടക്കുന്ന സമയത്ത് മറ്റു പക്ഷികളൊക്കെ നിശബ്ദരാകും. അതുപോലെ തന്നെ അവിടെയുള്ള പുഷ്പങ്ങൾ, നല്ല നറുമണം സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളാണ് ആ വനത്തിലുള്ളത് എങ്കിൽ പോലും അവിടെയുള്ള തുളസി പൂക്കൾ, ആ തുളസി പൂക്കളെയാണ് മറ്റെല്ലാ പൂക്കളും വളരെ ബഹുമാനത്തോടെ ആരാധിക്കുന്നത്. അതിന് കാരണം ഭഗവാൻ ഇത്രയും സുഗന്ധം പരത്തുന്ന മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടായിട്ടും തുളസി ദളങ്ങൾ കൊണ്ട് കോർത്ത മാലയാണ് കഴുത്തിൽ അണിഞ്ഞ് തുളസിയുടെ ഗന്ധമാണ് ഭഗവാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ പുഷ്പങ്ങളും തുളസിയെ എന്ത് തപസ് ചെയ്തു തുളസി ഇത്രയും വലിയ മഹാഭാഗ്യം ലഭിക്കാൻ എന്ന് കരുതിക്കൊണ്ട് മറ്റെല്ലാ പുഷ്പങ്ങളും തുളസി പൂക്കളെ വളരെയധികം ബഹുമാനിക്കാറുണ്ടായിരുന്നു. അത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി ശ്ലോകം 20. ഇനി ഈ പറയാൻ പോകുന്ന ശ്ലോകങ്ങൾ ഇത്തിരി വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ നല്ല ശ്രദ്ധിച്ചിരുന്ന് ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ശ്ലോകം 20. യത് സങ്കുലം ഹരിപദാൻ അതിമാത്ര ദൃഷ്ടൈഹി വൈഡൂര്യ മാരഗത ഹേമമയൈ വിമാനേ യേഷാം ബൃഹത്കടിതടഃ സ്മിതശോഭിമുഖ്യഃ കൃഷ്ണാത്മനാം ന രജ ആദദു ഉത്സമയ ആദേഹി. യത് സങ്കുലം ഹരിപദാൻ അതിമാത്ര ദൃഷ്ടൈഹി വൈഡൂര്യമാരഗത ഹേമമയൈ വിമാനൈ യേഷാം ബൃഹത്കടിതടാ സ്മിതശോഭിമുഖ്യ കൃഷ്ണാത്മനാം നരജ ആദദു ഉത്സമയ ആദേഹി. അപ്പോൾ യത് സങ്കുലം എന്ന് വെച്ചാൽ യത് എന്ന് വെച്ചാൽ ആ വൈകുണ്ഠലോകം, അവിടെ വൈഡൂര്യം, മരതകം, ഹേമം എന്ന് വെച്ചാൽ സ്വർണം, മയൈ എന്ന് വെച്ചാൽ ഇവയാൽ നിർമ്മിച്ച വിമാനൈ എന്ന് വെച്ചാൽ വാനം മുട്ടേ ഉയരമുള്ള വലിയ വലിയ മണിമാളികകളാൽ സങ്കുലം എന്ന് വെച്ചാൽ വ്യാപിച്ചു കിടക്കുന്ന ആ വൈകുണ്ഠലോകം ഹരിപദാൻ അതിമാത്ര ദൃഷ്ടൈ, ഭഗവാൻ ശ്രീഹരിയുടെ പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞവർക്ക് മാത്രം കാണാൻ കഴിയുന്നതാണ് ആ വൈകുണ്ഠലോകം. അപ്പോൾ വൈഡൂര്യവും മരതകവും സ്വർണത്താലും അലങ്കരിച്ച മാനം മുട്ടേ വലുപ്പമുള്ള വലിയ വലിയ മണിമാളികകളാൽ വ്യാപിച്ചു നിൽക്കുന്ന ആ വൈകുണ്ഠലോകം, ആ ഭഗവാന്റെ പാർഷദന്മാർ വസിക്കുന്ന ആ വൈകുണ്ഠലോകം, അത് എല്ലാവർക്കും കാണാൻ സാധിക്കില്ല എന്ന് ആ വൈകുണ്ഠലോകത്തിന്റെ സവിശേഷതയാണ് പറയുന്നത്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഞാനെന്ന അഹങ്കാരം ഇല്ലാതെ പൂർണ്ണ ശരണാഗതി അടഞ്ഞവർക്ക് മാത്രം കാണാൻ കഴിയുന്ന, പ്രാപിക്കാൻ കഴിയുന്ന ലോകമാണ് ആ വൈകുണ്ഠലോകം. യേശാം, അവിടെയുള്ള വൈകുണ്ഠവാസികൾ, അവരുടെ പ്രത്യേകതയാണ് പറയുന്നത് കേട്ടാ. അവര് ബൃഹത് കടിതട എന്ന് വെച്ചാൽ നല്ല വിരിഞ്ഞ അരക്കെട്ടുള്ള സ്മിത ശോഭിമുഖ്യ, പുഞ്ചിരിക്കുന്ന ശോഭയാർന്ന മുഖത്തോടു കൂടിയ, അതായത് ആ വൈകുണ്ഠ ലോകത്തിലെ സ്ത്രീകള്, പാടി നടക്കുന്ന സ്ത്രീകള്, ഗായകരുടെയൊക്കെ കാര്യം പറയുന്നത്, നല്ല വിരിഞ്ഞ അരക്കെട്ടുകളുള്ള നല്ല പുഞ്ചിരിച്ച ശോഭിക്കുന്ന മനോഹരമായ മുഖത്തോടു കൂടിയ സ്ത്രീകളൊക്കെ അവിടെ ഉത്സമയ ആദേഹി, ഉത്സമയം കുറെ തമാശകളും കളിച്ചിരികളൊക്കെ പറഞ്ഞ് പാട്ടുപാടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൃഷ്ണാത്മനാം, ഭഗവാൻ, അതായത് യേശാം എന്ന് വെച്ചാൽ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ പാർഷദന്മാരായ ഭക്തരുണ്ടല്ലോ, അവരുടെ മനസ്സ് മുഴുവൻ ഭഗവാനാണെന്ന്. കൃഷ്ണ ആത്മനാം, ശരീരമനോ ബുദ്ധി ഭഗവാനിൽ തന്നെ ലയിപ്പിച്ചിരിക്കുന്ന അവർക്ക്
ന രജ ആദതു, രജോ ഗുണം ഒട്ടും തന്നെ ആയിരുന്നു അവർ. എന്ന് വെച്ചാൽ രജോ ഗുണമുള്ളവർക്കാണ് കൂടുതൽ ആഗ്രഹങ്ങൾ വരിക. കാരണം അവരാണല്ലോ കൂടുതൽ കർമ്മം ചെയ്യാൻ ഉത്സുകരായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ പാർഷദരായിരിക്കുന്ന ഭക്തന്മാർ അവിടെ അവരുടെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടും ഗാനങ്ങളും കളിതമാശകളൊക്കെ പറഞ്ഞു നടക്കുന്ന സ്ത്രീരത്നങ്ങൾ, അവരുടെ ശരീരഭംഗിയാണ് ഞാൻ വർണ്ണിച്ചത്. വലിയ അരക്കെട്ടും മനോഹരമായി പുഞ്ചിരിച്ച മുഖമൊക്കെയുള്ള സ്ത്രീരത്നങ്ങൾ കളിതമാശകളും പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള ഭഗവാന്റെ പാർഷദന്മാരായ ഭക്തന്മാരുടെ മനസ്സിൽ ഒരല്പം പോലും ഒരു കാമ ആസക്തി അവരോട് തോന്നണില്ല എന്ന്. അതെന്താന്ന് വെച്ചാൽ തൊട്ടു മുന്നേ പറഞ്ഞില്ലേ, ഒരുപാട് പൂക്കളുണ്ട് പക്ഷെ ഭഗവാന് തുളസിയെ വേണ്ടു. ഒരുപാട് പക്ഷികൾ ശബ്ദം ഉണ്ടാക്കുന്നു പക്ഷെ ഭഗവാന്റെ ഗാനം കേട്ട അവരൊക്കെ നിശബ്ദമാകുന്നു. അതുപോലെ ഇതുപോലെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന പല കാഴ്ചകളും അവിടെ ഉണ്ടെങ്കിലും ഭഗവാന്റെ പാർഷദന്മാരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണാത്മനാം, ശരീരമനോ ബുദ്ധി പൂർണ്ണമായും ഭഗവാനിൽ മാത്രം അലിഞ്ഞിരിക്കുന്നവരാണ്. അതുകൊണ്ട് അതായത് അർത്ഥം വെച്ചാൽ അവരൊക്കെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാ. പല മനോഹരമായ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന കാഴ്ചകൾ കാണും, സുഗന്ധങ്ങൾ കിട്ടും, ശബ്ദങ്ങളും പാട്ടുകളും കേൾക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾ പോകുന്നതിൻ്റെ പിന്നാലെ അവരുടെ മനസ്സ് പോകുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിഞ്ഞവരാണ് ആ വൈകുണ്ഠവാസികളായ ഭഗവാന്റെ ഭക്തന്മാർ. അങ്ങനെയുള്ള ആ വൈകുണ്ഠ ലോകത്തെ കാണാൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണ സമർപ്പണം ചെയ്തവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ലോകമാണ് ആ വൈകുണ്ഠ ലോകം. ഇനി ശ്ലോകം 21. ഈ 21, 22 ശ്ലോകങ്ങളിൽ ലക്ഷ്മി ദേവിയെ കണ്ട കാര്യമാണ് കേട്ടോ. ആ വൈകുണ്ഠ ലോകത്തിൽ ലക്ഷ്മി ദേവിയെ സനകാദി മഹർഷിമാർ കണ്ട കാര്യമാണ് പറയുന്നത്. ശ്രീരൂപിണി കൊണയതി ചരണാരവിന്ദം ലീല അംബുജേന ഹരിസത്മനി മുക്തദോഷ സംലക്ഷ്യതേ സ്ഫടിക കുട്യ ഉപേദഹേമ്നി സമ്മാർജതി ഇവ യദനുഗ്രഹേണ അന്യയത്നം ശ്രീരൂപിണി കൊണയതി ചരണാരവിന്ദം ലീല അംബുജേന ഹരിസത്മനി മുക്തദോഷ സംലക്ഷ്യതേ സ്ഫടിക കുട്യ ഉപേദഹേമ്നി സമ്മാർജതി ഇവ യദനുഗ്രഹേണ അന്യയത്നം. അതായത് ശ്രീ ലക്ഷ്മി ദേവി, രൂപിണി എന്ന് വെച്ചാൽ മനോഹരമായ ശരീരത്തോടു കൂടിയ ലക്ഷ്മി ദേവി ആ വൈകുണ്ഠത്തില് ഭഗവാന്റെ ഭവനത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ കൊണയതി ചരണാരവിന്ദം, ആ പാദങ്ങളിൽ ഉള്ള പാദസരങ്ങളുടെ ശബ്ദം, അതാണ് കിലുക്കം, അതാണ് കൊണയതി എന്ന് പറയുന്നത്. പാദസരങ്ങളുടെ കിലുക്കം ആ വൈകുണ്ഠ ആ ഭവനത്തിൽ കേൾക്കാൻ പറ്റുന്നു. ലക്ഷ്മി ദേവി നടക്കുമ്പോൾ പാദങ്ങളിലുള്ള പാദസരത്തിന്റെ കിലുക്കം അവിടെ കേൾക്കാം. പിന്നെ ഇങ്ങനെയാ ലീല അംബുജേന, കയ്യിൽ ഒരു താമരപ്പൂ കൈപിടിച്ച് അതിങ്ങനെ കളിച്ചിട്ടാണ് നടക്കണേന്ന്. വീടിനകത്ത് ആ ഭവനത്തിൽ നടക്കുന്നത് കയ്യിൽ എപ്പോഴും ഒരു താമരപ്പൂ ഉണ്ടാവും. അതിങ്ങനെ നീളൻ തണ്ടോടുകൂടിയ ഒരു താമരപ്പൂവ്, അതിലിങ്ങനെ കളിച്ചിട്ടാണ് ലക്ഷ്മി ദേവി നടക്കുന്നത്. ഹരി സത്മനി എന്ന് വെച്ചാൽ ഭഗവാന്റെ ശ്രീഹരിയുടെ ഭവനത്തിൽ മുക്തദോഷ, സകല ദോഷങ്ങളിൽ നിന്നും മുക്തമായ ഭഗവാൻ ശ്രീഹരിയുടെ ഭവനത്തിൽ ലക്ഷ്മി ദേവി നടക്കുമ്പോൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിലുള്ള പാദസരങ്ങളുടെ കിലുക്കം കേൾക്കാം. കയ്യിൽ താമരപ്പൂ കൊണ്ട് കളിച്ചാണ് ലക്ഷ്മി ദേവി നടക്കുന്നത്. സംലക്ഷ്യത എന്ന് വെച്ചാൽ അങ്ങനെയാണ് ലക്ഷ്മി ദേവിയെ ഭഗവാന്റെ ഭവനത്തിൽ കാണപ്പെടുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയാണ് യത് അനുഗ്രഹേണ അന്യയത്ന, ലക്ഷ്മി ദേവിയുടെ ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അന്യയത്ന എന്ന് വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും ആർക്കും ലഭിക്കില്ല. ആരുടെ കൂടെയും ലക്ഷ്മി ദേവി അതേ സമയം ഇരിക്കില്ല, അല്ലേ? അത് നമുക്കറിയാലോ. സ്ഥിരമായി ആരുടെ കൂടെയും ലക്ഷ്മി ദേവിയെ എപ്പോഴും കാണാൻ പറ്റില്ല. ലക്ഷ്മി എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് ഏറ്റവും എന്താ പറയുക, സകല സൗഭാഗ്യങ്ങളും എല്ലാം അവിടെയാണ്. പക്ഷെ അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഒരുപോലെ തികഞ്ഞിട്ട് ആർക്കാണ് ഈ ലോകത്ത് എന്നും ജീവിക്കാൻ പറ്റുക? കുറച്ച് കാലം ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതായത് ലക്ഷ്മി ദേവി ആരുടെയും കൂടെ കുറേ കാലം ഒരുമിച്ച് അങ്ങനെ ആരുടെയും കൂടെ നിൽക്കില്ല എന്നാണ്. ലക്ഷ്മി ദേവി എന്നും സ്ഥിരമായി വസിക്കുന്നത് ഭഗവാന്റെ കൂടെ മാത്രമാണ്. അതാണ് ആ അമ്മയുടെ അനുഗ്രഹം അത്ര പെട്ടെന്നൊന്നും കിട്ടാൻ എളുപ്പമല്ല, വളരെ പ്രയാസമേറിയതാണ് ആ അനുഗ്രഹം. അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവി സ്ഫടിക കുട്യ ഉപേദഹേമ്നി, അതായത് സ്ഫടിക ഭിത്തികളാൽ, അതാണ് സ്ഫടിക കുട്യ. ഉപേദഹേമ്നി എന്ന് വെച്ചാൽ ഒപ്പം സ്വർണം,
സ്വർണം കൊണ്ടും പൂശിയിട്ടുള്ള ഭഗവാന്റെ ഭവനത്തിനെ വർണ്ണിക്കുന്നതാണ് കേട്ടോ. സ്ഫടികം പതിപ്പിച്ചതും ഒപ്പം സ്വർണം കലർത്തിയതുമായി പണിതുള്ള ആ ഭഗവാന്റെ ഭവനം. ആ ഭവനത്തിൽ സമ്മാർജതി എന്ന് വെച്ചാൽ തൂപ്പുകാരി, പണിക്കാരിയെ പോലെ, ഇവ എന്ന് വെച്ചാൽ അതുപോലെ ലക്ഷ്മി ദേവിയെ സംലക്ഷ്യതേ കാണപ്പെട്ടു എന്നും. അപ്പോൾ സ്ഫടികവും സ്വർണവും കൂട്ടിക്കലർത്തി നിർമ്മിച്ച ഭഗവാന്റെ ആ ഭവനത്തിൽ ആ ലക്ഷ്മി ദേവി അത്ര പെട്ടെന്നൊന്നും മനുഷ്യന്, സാധാരണക്കാർക്ക് അനുഗ്രഹം സ്ഥിരമായി ലക്ഷ്മി ദേവിയുടെ നേടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവി എന്നും സ്ഥിരമായി വസിക്കുന്നത് ഭഗവാനോടൊപ്പമാണ്. അപ്പോൾ ഭഗവാന്റെ ഭവനത്തിൽ ആ ലക്ഷ്മി ദേവി കയ്യിൽ എപ്പോഴും ഒരു താമരപ്പൂവ് കൊണ്ട് ഇങ്ങനെ കളിച്ചായിരിക്കും നടക്കുക. പാദസരങ്ങളുടെ കിലുക്കവും ശബ്ദവും ആ ഭവനത്തിൽ എപ്പോഴും ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. അങ്ങനെയാണ് ലക്ഷ്മി ദേവിയെ കാണുക. അതൊരു തൂപ്പുകാരിയെ പോലെ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ദേവി ഇങ്ങനെ നടക്കുമ്പോൾ, അമ്മ ഇങ്ങനെ നടക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ താമര പിടിച്ചിട്ടുണ്ടാവല്ലോ, ഈ താമരയുടെ തണ്ട് ഇങ്ങനെ നിലത്ത് കിടന്ന് ഇങ്ങനെ ഇഴയുണ്ടാവും. അപ്പോൾ പോകുന്ന ഭാഗമൊക്കെ ശുദ്ധീകരിച്ച് ഇങ്ങനെ തുടച്ചു പോകുന്ന പോലത്തെ ഒരവസ്ഥയാണ്. ദേവി നടന്നു പോകുന്ന ഭാഗം മുഴുവൻ ദേവിയുടെ എന്താ പറയുക, ആ വസ്ത്രത്തിൻ്റെയും ആ താമരയുടെ തണ്ടും നിലത്തിഴഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ പോകുന്ന ഭാഗം മുഴുവൻ തുടച്ചു പോകുന്നത് പോലെ, നടക്കുന്ന ഭാഗം മുഴുവൻ തുടച്ചു പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഭവനത്തിൽ ഒരു തൂപ്പുകാരിയെ പോലെ പോകുന്ന ഭാഗം മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ട് ദേവി ഇങ്ങനെ ആ കൊട്ടാരത്തിനകത്ത് നടക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 22. വാബീഷു വിദ്രുമ തടസ്സു അമല അമൃത അപ്സു പ്രേഷ്യ അന്വിത നിജവേന തുളസിഭിഹി ഈശം അഭ്യർച്ചതി സ്വളകം ഉന്നസം ഈക്ഷ്യ വക്ത്രം. സ്വളകം ഉന്നസം ഈക്ഷ്യ വക്ത്രം ഉച്ചേഷിതം ഭഗവതഃ ഇതി അമത അംഗ യത് ശ്രീഹി. ഒന്നുകൂടി വായിക്കാം. ശ്രീ വാബിഷു വിദ്രുമ തടാസു അമല അമൃത അപ്സു പ്രേഷ്യാന്വിത നിജവനേ തുളസിഭിഹി ഈശം അഭ്യർച്ചതി സ്വളകം ഉന്നസം ഈക്ഷ്യ വക്ത്രം ഉച്ചേഷിതം ഭഗവത ഇതി അമത അംഗ യത് ശ്രീഹി. അതായത് ഇനി ആ ലക്ഷ്മി ദേവിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ നൈശ്രേയസത്തിൽ വാബീഷു എന്ന് വെച്ചാൽ ഒരു താമരക്കുളം ഉണ്ടെന്ന്. ആ നൈശ്രേയസം എന്ന വനത്തിൽ ഒരു താമരക്കുളമുണ്ട്, അതാണ് വാബീഷു എന്ന് പറയുന്നത്. അതിൽ വിദ്രുമ തടാസു, അതായത് പവിഴം പതിപ്പിച്ച തടമാണെന്ന്. ആ കുളത്തിൻ്റെ പടവുകളുണ്ടല്ലോ, തീരഭാഗം, കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന തീരം, പടവുകൾ ഇങ്ങനെ പവിഴം പതിപ്പിച്ച തീരഭാഗമാണ് അതിൽ. അവിടെ അമല അമൃത അപ്സു, നിർമ്മലമായ അമൃതം പോലെയുള്ള ജലമാണ് ആ താമരക്കുളത്തിൽ. ഈ നൈശ്രേയസം എന്ന വനത്തിൽ ഒരു താമരക്കുളം, അതിൻ്റെ പടവുകൾ, അതിൻ്റെ തീരഭാഗം പവിഴം പതിപ്പിച്ചിട്ടുള്ളതാണ്. അതിലെ ജലം അത്രയും തെളിഞ്ഞ അമൃത പോലെയുള്ള ജലമാണ്. അവിടെ ആ തീരത്ത് പ്രേഷ്യ അന്വിത, തൻ്റെ തോഴികളാൽ ചുറ്റപ്പെട്ടിട്ട് ലക്ഷ്മി ദേവി നിജവനെ, ആ നൈശ്രേയസം എന്ന വനത്തിൽ ഈ താമരക്കുളത്തിൻ്റെ തീരത്ത് തൻ്റെ തോഴിമാരോടൊപ്പം ഇരുന്ന് തുളസി പൂക്കൾ കൊണ്ട് ഈശം, സ്വന്തം ഭർത്താവായ ഭഗവാനെ അഭ്യർച്ചതി, അർച്ചിച്ചുകൊണ്ട് ആരാധിച്ചിരിക്കുന്നു. അപ്പോൾ സ്വളകം ഉന്നസം, സ്വളകം എന്ന് വെച്ചാൽ മുഖം. അപ്പം ലക്ഷ്മി ദേവി എന്നിട്ട് ആ കുളത്തിൽ, താമരക്കുളത്തിലേക്ക് തെളിഞ്ഞ ജലയല്ലേ, അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ദേവിക്ക് ദേവിയുടെ മുഖം കാണാം. സ്വളകം എന്ന് വെച്ചാൽ ഇങ്ങനെ തിലകം, അതായത് ചന്ദനക്കുറി ചാർത്തിയ തുടുത്ത മുഖം. പിന്നെ ഉന്നസം എന്ന് വെച്ചാൽ വിടർന്ന മൂക്ക്, നാസിക, അങ്ങനെ നിൽക്കുന്ന തൻ്റെ വക്ത്രം എന്ന് വെച്ചാൽ മുഖം. ഈക്ഷ്യ എന്ന് വെച്ചാൽ കണ്ടപ്പോൾ. ഉച്ചേഷിതം ഭഗവത ഇതി, ഭഗവാൻ ഒന്ന് ചുംബിച്ചപ്പോൾ തൊടുത്തതാണോ ഇത് എന്ന് അമദഹ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി ചിന്തിച്ചു എന്ന് വിചാരിച്ചു പോയി. അംഗ എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മദേവൻ മറ്റു ദേവന്മാരെ വിളിക്കുന്നതാണ്. അല്ലയോ അംഗ, യത് ശ്രീഹി, ആ ലക്ഷ്മി ദേവി. മനസ്സിലായ? വൈകുണ്ഠത്തിൽ ആ ലക്ഷ്മി ദേവി ആ നൈശ്രേയസം എന്ന വനത്തിലെ താമരക്കുളത്തിൻ്റെ തീരം, പവിഴം പതിച്ച തീരഭാഗത്ത് ആ പരിശുദ്ധമായ ജലത്തിൻ്റെ
തീരഭാഗത്ത് തൻ്റെ തോഴിമാരോടൊപ്പം ഇരുന്ന് തുളസിപ്പൂക്കൾ കൊണ്ട് ഭഗവാനെ അർച്ചിക്കുമ്പോൾ ആ കുളത്തിൽ തൻ്റെ മുഖം കാണുമ്പോൾ, ആ തുടുത്ത മുഖം കാണുമ്പോൾ ഭഗവാൻ ചുംബിച്ച് തുടുത്തതാണോ ഇത് എന്ന് ലക്ഷ്മി ദേവിയുടെ ഉള്ളിൽ തോന്നിപ്പോകുന്നു എന്ന്. അതാണ് പറയാം, വർണ്ണനയാണ്. അപ്പോൾ അങ്ങനെ തോന്നിപ്പോയിരുന്നു ദേവിക്ക് പലപ്പോഴും എന്ന്. അതായത് സദാസമയം ഭഗവാന്റെ ചിന്തയോടുകൂടിയാണ് ദേവി ഇരുന്നിരുന്നത് എന്നർത്ഥം. അപ്പോൾ വൈകുണ്ഠത്തിലെ ലക്ഷ്മി ദേവിയുടെ വർണ്ണന അങ്ങനെ. ഇനി ശ്ലോകം 23. ഇനി ആർക്കൊക്കെയാണ് ആ വൈകുണ്ഠ ലോകത്തെ കാണാൻ സാധിക്കുന്നത്, അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്, ആർക്കൊക്കെ അത് സാധിക്കുന്നില്ല എന്നാണ് 23, 24 ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 23. യത് നഹ വ്രജന്തി അഘബിദഃ രചന അനുവാദാത് ശൃണ്വന്തി യേ അന്യവിഷയഃ കുകഥാ മദിഗ്നി യഹ തു യസ്തു ശ്രുത ഹതഭാഗേ നൃപി ആത്തസാര താൻ ക്ഷിബന്തി അശരേണേഷു തമസ്സു ഹന്തഃ. ഒന്നുകൂടി വായിക്കാം. യത് നഹ വ്രജന്തി അഘബിദഃ രചന അനുവാദാത് ശൃണ്വന്തി യേ അന്യവിഷയഃ കുകഥാ മദിഗ്നിഃ യഹ തു ശ്രുത ഹതഭാഗേ നൃപി ആത്തസാര താൻ ക്ഷിബന്തി അശരേണുഷു തമസ്സു ഹന്ത. ആർക്കൊക്കെയാണ് ഇവിടെ പറയുന്നത്, ആർക്കാണ് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത്, വൈകുണ്ഠത്തെ കാണാൻ സാധിക്കാത്തത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യത് ആ വൈകുണ്ഠത്തിൽ ന വ്രജന്തി എന്ന് വെച്ചാൽ എത്തിച്ചേരുന്നില്ല, ന വ്രജന്തി എന്ന് വെച്ചാൽ എത്തിച്ചേരുന്നില്ല എന്ന്. ആരാണ് എത്തിച്ചേരാത്തത്? അഘബിദഃ. അഘബിദഃ എന്ന് വെച്ചാൽ എല്ലാ പാപങ്ങളെയും തുടച്ചു നീക്കാൻ കഴിവുള്ള ആ ഭഗവാന്റെ രചന അനുവാദാത്. ഭഗവാന്റെ രചന എന്താ? ഭഗവാൻ രചിച്ച ഭഗവാന്റെ രചനയാണ് ഈ പ്രപഞ്ചം അല്ലേ. അപ്പൊ ഈ ഭഗവാന്റെ രചന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മത്തെ അനുവാദാത് വർണ്ണിക്കുന്നതിൽ നിന്നും പിൻവാങ്ങി നിൽക്കുക, പറഞ്ഞു കൊടുക്കുകയോ കേൾക്കുകയോ ചെയ്യാതെ. അതാണ് പറയുന്നത്. ആരാണോ ആ സകല പാപങ്ങളെയും തുടച്ചു നീക്കാൻ കഴിവുള്ള സാക്ഷാൽ ശ്രീഹരിയുടെ ആ സൃഷ്ടികർമ്മത്തെക്കുറിച്ചിൻ്റെ ആ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ കേൾക്കാനോ ഒന്നും നിൽക്കാതെ ശൃണ്വന്തി എന്ന് വെച്ചാൽ അവരെപ്പോഴും കേൾക്കുന്നത് എന്തായിരിക്കും? അന്യവിഷയ മറ്റു വിഷയങ്ങളെ മാത്രം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ മറ്റ് ലൗകിക വിഷയങ്ങളെ കേൾക്കുന്നതിൽ മാത്രം തൽപരരായി ഇരുന്ന് കുകഥ എന്ന് വെച്ചാൽ അത്തരം ലൗകിക വിഷയങ്ങളെ നിരന്തരം കേട്ടിട്ട് മദിഗ്നി അവരുടെ ബുദ്ധി നശിച്ചു പോകുന്നു. മനസ്സിലായ? അവരുടെ ബുദ്ധി പൂർണ്ണമായും നശിച്ചു പോകുന്നു. യഹതു എന്ന് വെച്ചാൽ അത്തരമുള്ള ലൗകിക വിഷയങ്ങളെ ശ്രുത നിരന്തരം കേട്ടിട്ട് ഹതഭാഗ്യ നൃപി ഹതഭാഗ്യന്മാരായ ആ മനുഷ്യർ ആത്തസാര അവരുടെ പുണ്യം മുഴുവനും നശിച്ചവരായി താൻ ആരൊക്കെയുണ്ടോ അങ്ങനെ വ്യക്തികൾ അവരെല്ലാവരും ക്ഷിബന്തി ചെന്നു പതിക്കുന്നു അശരേണുഷു ആരും ആശ്രയമില്ലാത്ത തമസ്സു എന്ന് വെച്ചാൽ അന്ധകാരം നിറഞ്ഞ അതോ ലോകങ്ങളിൽ ചെന്നു പതിക്കുന്നു. ഹന്ത എന്ന് വെച്ചാൽ കഷ്ടം തന്നെയാണ് അവരുടെ കാര്യം. അപ്പോൾ ആർക്കാണ് വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത്? അതായത് ആ ഭഗവാന്റെ കഥകളെ, ഭഗവാന്റെ മഹാത്മ്യത്തെ, ഭഗവാന്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒന്നും ക്ഷമയില്ലാതെ, അതൊന്നും താല്പര്യമില്ലാതെ ഈ ലൗകിക വിഷയങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞ് കേട്ട് ഇരിക്കുന്ന മനുഷ്യർക്ക് കുറേ കാലം കഴിയുമ്പോൾ അവരുടെ ബുദ്ധിയൊക്കെ ഭ്രമിച്ചു പോകും, ബുദ്ധിയൊക്കെ നശിച്ചു പോകുകയും അങ്ങനെയുള്ളവർ നിരന്തരമായി ഈ ലൗകിക വിഷയങ്ങളെ കേട്ട് 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 അവരുടെ പുണ്യമൊക്കെ പോയി അവസാനം അവർ അതോ ലോകങ്ങളിൽ ഇരുട്ട് നിറഞ്ഞ ആരും ആശ്രയമില്ലാത്ത അതോ ലോകങ്ങളിൽ ചെന്ന് പതിക്കുന്നു. അവർ ഒരിക്കലും വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ എന്നിട്ട് പറയാണ് ബ്രഹ്മദേവൻ, ഞാനും നിങ്ങളൊക്കെയുള്ള നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഇന്ന് ഇങ്ങനെ എത്തിയത് ഒരുപാട് കാലം ആ ഭഗവത് തത്വത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് അന്വേഷിച്ച് അറിഞ്ഞ ജ്ഞാനം നേടിയിട്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ എത്തിയത്. അപ്പോൾ അതിന് ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുമുണ്ട്. പക്ഷേ മനുഷ്യര് ഈ മായയുടെ പ്രഭാവത്തിൽ പെട്ട് കിടന്നിട്ട് അതൊന്നും അറിയാതെ പോകുന്നു എന്നാണ് ആ 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യേ അഭ്യർത്ഥിതാം അഭി ച നഹ നൃഗതി പ്രപന്ന ജ്ഞാനം ച തത്വവിഷയം സഹധർമ്മയാത്ര ന ആരാധനം ഭഗവതഃ വിതരന്തി അമോഷ്യ
സമോഹിത വിദതയ ബദ മായയാത്തേ. അപ്പോൾ പറയുന്നത് അതായത് ബ്രഹ്മദേവൻ പറയാണ് കേട്ടാ മറ്റ് ദേവന്മാരോട്, നഹ നമ്മളെപ്പോലെയുള്ളവരൊക്കെ അതായത് അഭ്യർത്ഥിതാം എന്ന് വെച്ചാൽ ഒരുപാട് കാലം ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെന്ന്. ആ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനം ച തത്വവിഷയം, ഭഗവാന്റെ ആ ശരിയായ തത്വമാകുന്ന ജ്ഞാനം നേടാൻ വേണ്ടി സഹധർമ്മയാത്ര ഒരുപാട് ജന്മങ്ങൾ എടുത്തു എന്ന്. നഹ എന്ന് വെച്ചാൽ ബ്രഹ്മദേവൻ പറയാണ് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ആ ഭഗവാന്റെ തത്വം, ആ ജ്ഞാനം നേടാൻ വേണ്ടി. അതിനായി സഹധർമ്മയാത്ര ഒരുപാട് ജന്മങ്ങളും എടുത്ത് പ്രാർത്ഥിച്ചാണ് നമ്മൾ ആ ജ്ഞാനം നേടിയത്. എന്നാൽ നൃഗതി പ്രപന്ന, മനുഷ്യജന്മം കിട്ടിയിട്ടും, ഇങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടും ഭൂമിയിലെ മനുഷ്യര് എന്ന് വെച്ചാൽ അവരിൽ ചിലർ ആരാധനം ഭഗവത, ആ ഭഗവാനെ ഒട്ടും ആരാധിക്കാതെ, വിതരന്തി ഭഗവാനിൽ ശരണാഗതി അടയാതെ, അമൂഷ്യ എന്ന് വെച്ചാൽ ആ ഭഗവാനിൽ ആ പരമമായ ഭഗവാനെ ആരാധിക്കുകയോ ഭഗവാനിൽ ശരണാഗതി അടയുകയോ ചെയ്യാതെ, ബദ എന്ന് വെച്ചാൽ കഷ്ടം തന്നെയാണെന്ന്. അവർ മായയുടെ വിധതയ പ്രഭാവത്താൽ മോഹിതരായിട്ട് ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പൊ അവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്കൊന്നും എത്താൻ തന്നെ സാധിക്കുന്നില്ല. ഇത്രയും നല്ല മനുഷ്യജന്മം കിട്ടിയിട്ട്, കാരണം മനുഷ്യജന്മം നരജന്മത്തിന് മാത്രമേ ശരീരമനോ ബുദ്ധിയുള്ളൂ, അത് വെച്ച് മാത്രമേ ഈ ജ്ഞാനത്തെ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലിരുന്നു കൊണ്ട് മാത്രമേ ജ്ഞാനം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ജന്മങ്ങളെടുത്ത് ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാണ് ആ ജ്ഞാനം നേടിയത്. പക്ഷേ ഇങ്ങനെ മനുഷ്യജന്മം കിട്ടിയിട്ട് പോലും ഭൂമിയിൽ ചിലര് ആ ഭഗവാനെ കുറിച്ച് അറിയാനോ ആരാധിക്കാനോ ഭഗവാനിൽ ശരണാഗതി അടയാനോ ശ്രമിക്കാതെ മായയുടെ പ്രഭാവത്തിൽപ്പെട്ട് ഇങ്ങനെ മോഹിതരായി വലഞ്ഞ് ജനിച്ചും മരിച്ചും പുനർജന്മങ്ങൾക്ക് വിധിക്കപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ അവർക്ക് പോകുന്നു എന്ന്. ഇനി ആർക്കൊക്കെയാണ് വൈകുണ്ഠം കാണാനും പ്രവേശിക്കാനും സാധിക്കുന്നത്, അതിന് ഭാഗ്യം ചെയ്തവരുടെ കാര്യമാണ് ശ്ലോകം 25 പറയുന്നത്. യത് ച വ്രജന്തി അനിമിഷ ഋഷഭ അനുവൃത്യ ദൂരേ യമഃ ഹി ഉപരി നഃ സ്പൃഹണീയശീലഃ ഭർത്തു മിത സുയശസ കഥാനുരാഗ വൈക്ലഭ്യ ബാഷ്പകലയാ പുളകീകൃത അംഗ. യത് ച വ്രജന്തി അനിമിഷ ഋഷഭ അനുവൃത്യ ദൂരേ യമഃ ഹി ഉപരി നഃ സ്പൃഹണീയശീലഃ ഭർത്തു മിത സുയശസ കഥനാനുരാഗ വൈക്ലഭ്യ ബാഷ്പകലയാ പുളകീകൃത അംഗ. അതായത് ഇത് ആ വൈകുണ്ഠ ലോകത്തിൽ വ്രജന്തി എന്ന് വെച്ചാൽ പ്രവേശിക്കുന്നു. ആരാണ് പ്രവേശിക്കുന്നത്? അനിമിഷ എന്ന് വെച്ചാൽ ദേവന്മാരിൽ, ഋഷഭ ദേവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീഹരിയുടെ അനുവൃത്യ എന്ന് വെച്ചാൽ ഭഗവാനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞവർ ആ യത് ച വ്രജന്തി ആ വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. അവർ ദൂരെ യമരാജാവിൽ നിന്നും ഒരുപാട് അകലെയാണ് അവർ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, പിന്നെ ഭൂമിയിൽ ജനിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരുന്നില്ല. അവർ വൈകുണ്ഠ പ്രാപ്തി നേടുന്നു. യമരാജനിൽ നിന്ന് ഒരുപാട് അകലെയാണ് അവര്. എന്നിട്ട് പറയാണ് ഹി ഉപരി, തീർച്ചയായും ഹി എന്ന് വെച്ചാൽ തീർച്ചയായും, ഉപരി എന്ന് വെച്ചാൽ മുകളിൽ, നഹ എന്ന് വെച്ചാൽ നമ്മുടെ മുകളിലാണ് അവർ നിൽക്കുന്നതെന്ന് ബ്രഹ്മദേവൻ ദേവന്മാരോട് പറയാൻ കേട്ടാ. നമ്മുടെയും മുകളിലാണ് അവർ നിൽക്കുന്നത്. സ്പൃഹണീയശീല സദ്ഗുണശീലരായിട്ടുള്ള ആ ഭക്തന്മാർ അവർ യമരാജാവിൽ നിന്ന് ഒരുപാട് അകലെയും അതോടൊപ്പം നമ്മളുടെ മുകളിലാണ് അവർ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മലോകത്തിനും മുകളിലുള്ള വൈകുണ്ഠ ലോകത്തിലാണ് അവർ എത്തിപ്പെടുന്നത്. അവർ ഭർത്തു എന്ന് വെച്ചാൽ എല്ലാവരുടെയും സംരക്ഷകനായ ആ ഭഗവാന്റെ കഥനാനുരാഗ, ഭഗവാന്റെ കഥകളെ പൂർണ്ണ ഇഷ്ടത്തോടുകൂടി സുയശസ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ മിഥ പറഞ്ഞു കൊടുക്കുമ്പോൾ വൈക്ലഭ്യം സന്തോഷാധിക്യത്താൽ ബാഷ്പകലയ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പുളകീകൃതാംഗ ശരീരം
ശരീരമാകെ കോരിത്തരിക്കുകയും ചെയ്യുന്നു. ആ ഭക്തിയുടെ നിറവിൽ നിന്ന് വരുന്ന അനുഭവങ്ങളാണ് അതൊക്കെ. കണ്ണുകൾ നിറഞ്ഞൊഴുകുക, ശരീരം കോരിത്തരിക്കുക തുടങ്ങിയ അനുഭവങ്ങളോട് കൂടിയിട്ടാണ്, ഇഷ്ടപ്പെട്ട് സംതൃപ്തിയോടെയാണ് അവർ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള അവർ ആ ദേവന്മാരിലും ശ്രേഷ്ഠനായ ഭഗവാൻ ശ്രീഹരിയുടെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞ അവർ യമരാജനിൽ നിന്നും ഒരുപാട് അകലെയും, എന്നാൽ നമ്മളൊക്കെ ഇരിക്കുന്ന ഈ ബ്രഹ്മലോകത്തിന്റെ മുകളിലുള്ള വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ചുരുക്കി പറയുമ്പോൾ അഹങ്കാരം എന്ന തലം, ആ ഒരു അവസ്ഥയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ആരാണോ ഈശ്വരപാദങ്ങളിൽ, ആ ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായും ശരണാഗതി അടയുന്നത്, ഭഗവാനാണ് ശരീര മനസ്സ് ബുദ്ധിയെ ചലിപ്പിക്കുന്ന ശക്തി എന്നറിഞ്ഞ് ശരണാഗതി അടയുന്നത്. അപ്പോൾ അവിടെ ഞാൻ എന്നൊരു കഴിവ്, എൻ്റെ കഴിവ് വരുന്നില്ല. അങ്ങനെ ശരണാഗതി അടയുന്നത് ആരാണോ, അങ്ങനെ ഈഗോ, അവരുടെ ആ ഒരു അഹങ്കാരം ശമിക്കുന്നവരാണ് വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കാൻ സാധിക്കുന്നത്, യോഗ്യത നേടുന്നത് എന്നാണ് പറയുന്നത്. ശ്ലോകം 26. അങ്ങനെയുള്ള അപ്പം അത്രയും പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ പറയുകയാണ് കേട്ടാ. ഇനി അങ്ങനെയുള്ള ആ വൈകുണ്ഠലോ, അപ്പോൾ വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കാനുള്ള യോഗ്യത, എത്തിച്ചേരാനുള്ള യോഗ്യത എന്ന് വെച്ചാൽ എന്താ? പൂർണ്ണമായും അഹങ്കാരം ശമിച്ച അവസ്ഥയിൽ ഇരിക്കുന്നവരാണ് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുന്നത്. വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് ഭഗവത് വിഷയങ്ങളിൽ ഒന്നും താല്പര്യമില്ലാത്ത, പൂർണ്ണമായും ഭൗതിക വിഷയങ്ങളിൽ മാത്രം ആസക്തരായി കഴിയുന്നവരുടെ കാര്യമാണ് അവിടെ എത്തിച്ചേരാത്തത് എന്ന് പറഞ്ഞു. ഇനി ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ എൻ്റെ പുത്രന്മാരായ സനകാദി മഹർഷിമാർ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തി. അപ്പം അതിൻ്റെ വർണ്ണനകൾ ഇവിടെ അവസാനിച്ചു. എത്തിയ കാര്യമാണ് പറയുന്നത്. തത് വിശ്വഗുരു അധികൃതം ഭുവനൈകവന്ധ്യം ദിവ്യം വിചിത്ര വിബുധാഗ്ര്യ വിമാനശോചിഹി ആബുഹോ പരാമുദം അപൂർവം ഉപേത്യ യോഗമായാബലേന മുനയഃ തദതോ വിഗുണ്ഡം. തത് വിശ്വഗുരു അധികൃതം ഭുവനൈകവന്ധ്യം ദിവ്യം വിചിത്ര വിബുധാഗ്ര്യ വിമാനശോചിഹി ആബുഹോ പരാമുദം അപൂർവം ഉപേത്യ യോഗമായാബലേന മുനയഃ തത് അതോ വികുണ്ഠം. തത് അപ്പോൾ അങ്ങനെയുള്ള ആ വൈകുണ്ഠ ലോകത്ത് വിശ്വഗുരു, വിശ്വത്തിൻ്റെ മുഴുവനും ഗുരുവായിട്ടുള്ള അധികൃതം, ആ ഭഗവാന്റെ അധികൃതം എന്ന് വെച്ചാൽ വാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠം, ഭുവനൈകവന്ധ്യം, എല്ലാ ലോകങ്ങളാലും നമസ്കരിക്കുന്ന, ആരാധിക്കപ്പെടുന്ന ആ വൈകുണ്ഠ ലോകം, ദിവ്യമായ വിചിത്ര വിബുധ, വളരെ വിചിത്രമായി അലങ്കരിക്കപ്പെട്ട, വിബുധ എന്ന് വെച്ചാൽ ദേവന്മാരുടെ വിമാനശോചി, വിമാനങ്ങളാൽ പ്രകാശിക്കുന്ന, അറിയാലോ ഭക്തന്മാർ അവിടെ പാർഷദന്മാർ വിമാനങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വിശ്വഗുരുവായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയുടെ അധിവാസ കേന്ദ്രമായ, മറ്റെല്ലാ ലോകങ്ങളാലും ആരാധിക്കപ്പെടുന്ന ദിവ്യമായ, വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ദേവന്മാരുടെ വിമാനങ്ങളോടുകൂടി ശോഭിക്കുന്ന ആ വൈകുണ്ഠ ലോകത്തിലേക്ക് എൻ്റെ മക്കളായിട്ടുള്ള സനകാദി മഹർഷിമാർ എത്തിച്ചേർന്നു. മനസ്സിലായ? അങ്ങനെ ശോഭിക്കുന്ന ആ വൈകുണ്ഠത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പോൾ ആബുഹു എന്ന് വെച്ചാൽ ഉണ്ടായി, പരാമുദം, വളരെ വലിയ പരമമായ ഒരു ആനന്ദത്തെ അവർക്കുണ്ടായി എന്ന് അവിടെ എത്തിച്ചേർന്നപ്പോൾ, അതിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ, വൈകുണ്ഠ ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ സനകാദി മഹർഷികൾക്ക് പരമമായ ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? അപൂർവം ഉപേദ്യ യോഗമായ ബലേന, വളരെ അപൂർവമായി മാത്രം നേടുന്ന യോഗമായ ശക്തിയാലാണ് അവർക്ക് ആ ആനന്ദത്തെ അനുഭവിക്കാൻ സാധിച്ചത്. മുനയഃ, ആ സനകാദി മഹർഷിമാർക്ക്, തത് അതോ വികുണ്ഠം, ആ വൈകുണ്ഠ ലോകത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ അപൂർവമായി അവർ മാത്രം നേടിയ ആ യോഗമായ ശക്തി കൊണ്ട് മാത്രം അവർക്ക് ആ വൈകുണ്ഠ ലോകത്തിൻ്റെ മുന്നിൽ എത്താൻ കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ അവർക്ക് ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ സനകാദി മഹർഷിമാർ മനോഹരമായ ആ വൈകുണ്ഠത്തെ ഇങ്ങനെ ആസ്വദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് അതിൻ്റെ കവാടത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനിയാണ് ജയവിജയന്മാരായിട്ടുള്ള ഭഗവാന്റെ പാർഷദന്മാരെ കാണാൻ പോകുന്നത്. ശ്ലോകം 27 മുതലാണ് കേട്ടോ. അപ്പോൾ ഈ സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ ഇതിന് ഒരുപാട് കവാടങ്ങളുണ്ട്. 7 കവാടങ്ങളാണ് വൈകുണ്ഠത്തിൻ്റെ മുന്നിലുള്ളത് എന്ന് പറയും. അത് നമ്മളുടെ സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 7 കവാടങ്ങൾ തുറന്നാണ് വൈകുണ്ഠത്തിൽ എത്തുന്നത്. വൈകുണ്ഠം എന്ന് വെച്ചാൽ കുണ്ഠമില്ലാത്ത, ഭയമില്ലാത്ത, വേദനകളില്ലാത്ത
ഇടം എന്നാണ് അർത്ഥം. അപ്പോൾ 7 കവാടങ്ങൾ തുറന്ന് വൈകുണ്ഠ ലോകത്തിൽ എത്താന്ന് പറഞ്ഞാൽ നമ്മുടെ 7 ചക്രകളാകുന്ന നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ആസ്ട്രൽ ബോഡിയിലുള്ള ആ 7 ചക്രകളും ഓപ്പണായി തുറന്ന് 7ാമത്തെ സഹസ്രാര പത്മവും തുറന്നു കഴിയുമ്പോഴാണ് പരമമായ ആനന്ദാവസ്ഥയിലേക്ക്, ദുഃഖമില്ലാത്ത ഭയമില്ലാത്ത ആ പരമമായ ആനന്ദാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥ തത്വം എന്ന് പറയുന്നത്. അതാണ് അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് വൈകുണ്ഠത്തിൻ്റെ മുന്നിലുള്ള 7 കവാടം എന്ന് പറയുന്നത്. ഈ 7 കവാടം തുറന്നാണ് അവർക്ക് അതിനകത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സനകാദി മഹർഷിമാരുടെ ഒരു പ്രത്യേകത എന്താ? ഇവർ ജീവൻ മുക്തരാണ്. ഇവർക്ക് ഇവരുടെ മനസ്സിൽ ഒരു ദ്വൈതഭാവം ഇല്ല. അതായത് ഇവരെ അറിയാലോ, ഇവര് ജനിച്ചപ്പോൾ തന്നെ കർമ്മം ചെയ്യാൻ ബ്രഹ്മദേവൻ പറഞ്ഞപ്പോൾ പറ്റില്ല. അതായത് കർമ്മത്തിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തന്മാരാ, ജീവൻ മുക്തരായിട്ടുള്ള മഹർഷിമാർ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേവന്മാരിൽ തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായത്, അതായത് മഹാദേവൻ പോലും ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ സനകാദി മഹർഷിമാരുണ്ടായിട്ടാണ് ശേഷമാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അതായത് ബ്രഹ്മാവ് ഉണ്ടായിട്ട് പ്രാകൃത സൃഷ്ടി കഴിഞ്ഞു, ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത് ആദ്യം വൃക്ഷങ്ങൾ, ചെടികൾ, ജലജീവികൾ, പക്ഷികൾ. അതിനുശേഷം സനകാദി മഹർഷിമാരാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് വന്ന സൃഷ്ടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായ മറ്റെല്ലാ ദേവന്മാരുടെയും മുന്നേ ഉണ്ടായിട്ടുള്ള ആളാണ്, ഉണ്ടായിട്ടുള്ളവരാണ് സനകാദി മഹർഷിമാർ. അപ്പോൾ അത്രയും ശ്രേഷ്ഠ ജ്ഞാനമുള്ളവരാ. കർമ്മമൊന്നും അവർക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ അവർ പൂർണ്ണമായും ശരീരബോധത്തിൽ നിന്ന് വിട്ട് ജീവൻ മുക്തന്മാരായിട്ടുള്ളവരാ. അവരുടെ തലം എന്ന് വെച്ചാൽ പൂർണ്ണ അദ്വൈതമാണ്. അതായത് അവർക്ക് വേർതിരിവില്ല, ഭേദചിന്തയില്ല. ഇത് വേറെ ആൾക്കാർ, അങ്ങനെയുള്ള വേർതിരിവുകളില്ല. സകലത്തിലും ഈശ്വരനെ കാണുന്ന ഒരവസ്ഥയാണ് അവർക്ക്. സർവചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന, ഭഗവാൻ ഇല്ലാത്തതായിട്ട് ഒരിടം പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന പരിപൂർണമായ അദ്വൈതത്തിലാണ് സനകാദി മഹർഷിമാരുടെ മനസ്സ് നിൽക്കുന്നത്. അപ്പം അവർക്ക് വേർതിരിവില്ല, ഭേദചിന്തയില്ല. മനസ്സിലായോ? അങ്ങനെയാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് സഞ്ചരിക്കാം. അത്രയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാരായിരുന്നു സനകാദികൾ. അവരാണ് ഇപ്പോൾ വൈകുണ്ഠത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അവരെയാണ് ജയവിജയന്മാർ തടയുന്നത്. അപ്പം അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശ്ലോകം 27. തസ്മിൻ അദീത്യ മുനയഃ ഷഡ് അസജ്ജമാന കക്ഷ സമാന വയസ്സൗ എന്ന് പറയണം കേട്ടോ. വയസ്സൗ എന്ന് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പേര് ജയവിജയന്മാരാണല്ലോ, അതാണ് വയസ്സൗ എന്ന് പറയുന്നത്. സമാന വയസ്സൗ അത സപ്തമായാം ദേവൗ അജക്ഷത ഗൃഹീത ഗതൗ, അവിടെയൊക്കെ ഔ എന്ന് പറയുന്നുണ്ട്. ഗതൗ പരാർദ്യ കേയൂര കുണ്ടല കിരീട വിടംഗവേഷൗ. അപ്പൊ തസ്മിൻ അദീത്യ മുനയഃ ഷഡ് അസജ്ജമാന കക്ഷാ സമാന വയസ്സൗ അധ സപ്തമായാം ദേവൗ അജക്ഷത ഗൃഹീത ഗതൗ പരാർദ്യ കേയൂര കുണ്ടല കിരീട വിടംഗവേഷൗ. തസ്മിൻ എന്ന് വെച്ചാൽ ആ വൈകുണ്ഠത്തിലേക്ക് കടക്കുന്നതിൻ്റെ, ആ വൈകുണ്ഠത്തിൽ, തസ്മിൻ എന്ന് വെച്ചാൽ ആ വൈകുണ്ഠത്തിൽ. അപ്പം സനകാദി മഹർഷിമാർ അതിൻ്റെ മുന്നിൽ എത്തിയിട്ട. മുനയഃ സനകാദി മഹർഷിമാർ അസജ്ജമാന മറ്റൊരു വിഷയത്തിലോടും താല്പര്യമില്ലാതെ മറ്റെല്ലാത്തിൽ നിന്നും വിഷയങ്ങൾ, ചിന്തകളിൽ നിന്നും മുക്തന്മാരായി. അതാണ് അസജ്ജമാന. അങ്ങനെയുള്ള മുനയഃ സനകാദി മഹർഷിമാർ തസ്മിൻ ആ വൈകുണ്ഠ ലോകത്തിൻ്റെ മുന്നിലുള്ള ഷഡ് കക്ഷ എന്ന് വെച്ചാൽ 6 വാതിലുകൾ, അതാണ് ഷഡ് കക്ഷ എന്ന് പറയുന്നത്. അതിനെ അദീത്യ അത് കടന്നുപോയി. മുന്നിലുള്ള 6 വാതിലുകൾ, ഷഡ് കക്ഷ കവാടങ്ങൾ, കക്ഷ എന്ന് വെച്ചാൽ കവാടങ്ങൾ കടന്നുപോയി. അദീത്യ എന്ന് വെച്ചാൽ കടന്നുപോയിട്ട് പോയപ്പോൾ സപ്തമായ 7ാമത്തെ വാതിലിൻ്റെ മുൻപിലായിട്ട് അതാ അപ്പോൾ സമാന വയസ്സോ ഒരേ പ്രായമുള്ള സമപ്രായക്കാരായ എന്ന് പറയില്ലേ, കണ്ടാൽ ഒരേപോലെ തോന്നിക്കുന്ന സമപ്രായക്കാരായിട്ടുള്ള ദേവോ 2 ദേവന്മാർ എന്ന് വെച്ചാൽ ഭഗവാന്റെ പാർഷദന്മാർ, 2 പാർഷദന്മാരെ അജക്ഷത കണ്ടു 7ാമത്തെ വാതിലിൻ്റെ മുന്നിലായിട്ട്. ഗൃഹീത ഗതോ അവർ കയ്യിൽ ഗത പിടിച്ചിട്ടുണ്ട്. പരാർദ്യ കേയൂരം അതായത് നല്ല വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിപ്പിച്ച കേയൂരം, തോൾവളകള്, കുണ്ടലം കാതിലെ കുണ്ടലങ്ങള്, കിരീടം, വിടംഗവേഷവും മനോഹരമായ വസ്ത്രവും ധരിച്ചവരായിരുന്നു അവര്. ഭഗവാന്റെ പാർഷദന്മാരുടെ പ്രത്യേകത അറിയാലോ, ഭഗവാന്റെ അതേ രൂപം തന്നെയായിരിക്കും അവർക്കും. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ
അസജ്ജമാന എന്ന് വെച്ചാൽ മറ്റൊരു കാര്യത്തിനോടും ചിന്തയിലും താല്പര്യമില്ലാതെ പൂർണ്ണ ജീവൻ മുക്തന്മാരായ സനകാദി മഹർഷിമാർ തസ്മിൻ ആ വൈകുണ്ഠ ലോകത്തിൻ്റെ മുന്നിലുള്ള 6 കവാടങ്ങൾ, അതിൻ്റെ മുൻപിലുള്ള 6 കവാടങ്ങൾ കടന്നു ചെന്നിട്ട് ഏഴാമത്തെ കവാടത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ സമപ്രായക്കാരായിട്ടുള്ള 2 പാർഷദന്മാരെ, ഭഗവത് പാർഷദന്മാരെ കണ്ടു. കയ്യിൽ ഗദ പിടിച്ചിട്ടുണ്ട്, രത്നങ്ങൾ പതിപ്പിച്ച തോൾവളകളും കുണ്ടലങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചവരായിരുന്നു അവർ. ഇനി അവരുടെ ആ ഒരു അവരുടെ വസ്ത്ര രൂപം, അവരുടെ മുഖത്തെക്കുറിച്ചും അവരുടെ മുഖവും എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സനകാദി മഹർഷിമാർ കണ്ട ആ 2 പാർഷദന്മാർ അവരുടെ മുഖത്തെക്കുറിച്ചാണ് ഇനി ശ്ലോകം 28 പറയുന്നത്. മത്ത ദ്വിരേഫ വനമാലികയാ നിവീതൗ വിന്യസ്തയാ അസിത ചതുഷ്ടയാ ബാഹുമധ്യേ വക്രം ഭ്രുവ കുടിലയ സ്ഫുട നിർഗമാഭ്യാം രക്ത ഈക്ഷണേന ച മനാഖ് രഭസം ദദാനൗ മത്ത ദ്വിരേഫ വനമാലികയാ നിവീതൗ വിന്യസ്തയാ ആസീത ചതുഷ്ടയാ ബാഹുമധ്യേ വക്രം ഭ്രുവ കുടിലയ സ്ഫുട നിർഗമാഭ്യാം രക്ത ഈക്ഷണേന ച മനാഖ് രഭസം ദദാനൗ. അപ്പോൾ അവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സനകാദി മഹർഷിമാർ കണ്ട ആ 2 പാർഷദന്മാർ ഇവരുടെ, അതായത് നിവീതൗ എന്ന് വെച്ചാൽ ഇവരുടെ കഴുത്തിലായിട്ട് ഇങ്ങനെ ചുറ്റിപ്പെട്ട് കിടക്കുന്നത് വനമാലയാണെന്ന്, ഭഗവാന്റെ അതേ രൂപത്തോട് കൂടിയിട്ട്. മത്ത ദ്വിരേഫ എന്ന് പറഞ്ഞാൽ മത്തം എന്ന് വെച്ചാൽ മത്തു പിടിച്ച എന്ന് വെച്ചാൽ ലഹരി പിടിച്ച, ദ്വിരേഫ എന്ന് വെച്ചാൽ വണ്ടുകൾ, തേനീച്ചകൾ. അപ്പോൾ ഈ വനമാലയിലത്തെ നിറയെ പുഷ്പങ്ങളിൽ നിന്നുള്ള തേൻ കുടിച്ചിട്ട് ലഹരി പിടിച്ചിരിക്കുന്ന വണ്ടുകളോട് കൂടിയ, അതാണ് മത്ത ദ്വിരേഫ. ആ പുഷ്പത്തിലെ തേൻ കുടിച്ച് മത്ത് പിടിച്ച വണ്ടുകളോട് കൂടിയിരിക്കുന്ന വനമാല കഴുത്തിലണിഞ്ഞ്, നിവീത എന്ന് വെച്ചാൽ കഴുത്തിലണിഞ്ഞ്, വിന്യസ്തയ എന്ന് വെച്ചാൽ ആ വനമാലയാൽ ചുറ്റപ്പെട്ടിട്ട്, ആസീത എന്ന് വെച്ചാൽ നീല നിറമുള്ള, ചതുഷ്ടയ 4 ബാഹുമധ്യേ 4 ബാഹുക്കളുടെയും നീല നിറമുള്ള 4 കൈകളുടെയും മധ്യത്തിലായിട്ട്, ആ നെഞ്ചിലായിട്ട് ആ എന്താ പറയുക, ലഹരി പിടിച്ച തേനീച്ചകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന വനമാല കഴുത്തിൽ അണിഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. ഇനി അവരുടെ വക്രം, മുഖം, ഭ്രുവകുടിലയ പുരികക്കൊടികൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. സ്ഫുട നിർഗമാഭ്യാം, അതായത് വിടർന്ന മൂക്കിലെ നാസാദ്വാരങ്ങളോ, അതാണ് സ്ഫുട നിർഗമാഭ്യം, വിടർന്ന നാസാദ്വാരങ്ങളോട് കൂടിയവരാണ്. രക്ത ഈക്ഷണേന, കണ്ണുകളിൽ ഒരു ചുവപ്പ് നിറം അവരുടെ ഉണ്ട്. മനാഖ് രഭസം, കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കോപിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്നു, അതാണ് മനാഖ് രഭസം എന്ന് പറയുന്നത്. കണ്ടാൽ കുറച്ചൊന്ന് കോപിച്ച് നിൽക്കുന്നത് പോലെയുള്ള വക്രം, അങ്ങനെയുള്ള മുഖത്തോടു കൂടിയ ദദാന എന്ന് വെച്ചാൽ ആ പാർഷദന്മാരെയാണ് സനകാദികൾ കണ്ടത് എന്ന്. അപ്പോൾ ഭഗവാന്റെ പോലെ തന്നെ കഴുത്തിൽ വനമാല അണിഞ്ഞിട്ടുണ്ട്. അത് തേനീച്ചകളൊക്കെ ഇരുന്നു കൊണ്ടുള്ള ആ വനമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ പുരികക്കൊടികൾ വളഞ്ഞ് വലിയ നാസാദ്വാരങ്ങളും ചുവന്ന കണ്ണുകളും കുറച്ച് കോപിച്ച് നിൽക്കുന്നത് പോലെ, അതായത് കവാടത്തിലെ കാവൽക്കാരായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ മുഖത്തൊരു ഭാവം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കോപിച്ച് നിൽക്കുന്ന മുഖത്തോടു കൂടിയവരായിട്ട് ആ 2 ഭഗവാന്റെ പാർഷദന്മാരെയും സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിൻ്റെ 7ാമത്തെ കവാടത്തിൽ കണ്ടു എന്നും. ശ്ലോകം 29. ദ്വാരി ഏതയോ നിവിവിശു മിഷദോഹോ അപൃഷ്ട്വാ പൂർവയദാ പുരട വജ്ര കവാടികയാ യഹ സർവത്ര തേ അവിഷമയാ മുനയഃ സ്വദൃഷ്ട്യാ യേ സഞ്ചരന്തി അവിഹിത വിഗത അഭിശങ്ക. എന്നത് വായിക്കാം. ദ്വാരി ഏതയോഹോ നിവിവിശു മിഷദോ അപൃഷ്ട്വാ പൂർവ യഥാ പുരട വജ്ര കവാടികായഃ സർവത്ര തേ അവിഷമയാ മുനയഃ സ്വദൃഷ്ട്യാ യേ സഞ്ചരന്തി അവിഹിത വിഗത അഭിശങ്ക. അതായത് സർവത്ര, ആ 3ാമത്തെ വരിയിൽ നമുക്ക് തുടങ്ങാം അർത്ഥം. സർവത്ര എന്ന് വെച്ചാൽ എല്ലായിടത്തും തേ അവരെ, ആ സനകാദി മഹർഷിമാർ, അവിഷമയ എന്ന് വെച്ചാൽ
യാതൊരു വ്യത്യാസവും കാണുന്നില്ല എന്ന്. യാതൊരു ഭേദചിന്തയുമില്ലാതെ, ഏത് സ്ഥലം കാലം സമയ ഭേദചിന്തകളൊന്നുമില്ലാതെ സർവചരാചരങ്ങളും ഒന്നാണെന്ന് മാത്രം കാണുന്ന, അതാണ് സനകാദികളുടെ പ്രത്യേകത. സർവത്ര, എല്ലായിടത്തും ഒരു വ്യത്യാസവും ഇല്ലാത്ത മുനയഹ, അങ്ങനെയുള്ള സനകാദി മഹർഷിമാർ സ്വദൃഷ്ട്യ എന്ന് വെച്ചാൽ അവരുടെ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നിയാൽ ആ സനകാദികൾ സഞ്ചരിക്കുന്നു. അവിഹിത, ആരാലും തടയാൻ കഴിയില്ലാന്ന്. വിഗത അഭിശങ്ക, അവരുടെ മനസ്സിൽ ഒരു ആശങ്കയും ഇല്ലാതെ പോണോ പോണ്ടേ അങ്ങനെയൊന്നും ഒരു തടയപ്പെടുവോ ഇങ്ങനെ ഒരു ആശങ്കയും ഇല്ലാതെ, ആരാലും തടയപ്പെടാതെ അവരുടെ മനസ്സിൽ എവിടേക്ക് പോകണമെന്നാണ് തോന്നിയത് അവിടേക്കൊക്കെ സഞ്ചരിക്കുന്ന, ഒരിടത്ത് ഒരു ഭേദചിന്തയും വ്യത്യാസവും കാണാത്ത മഹർഷിമാരായിരുന്നു ആ സനകാദികള്. അവർ ദ്വാരി എന്ന് വെച്ചാൽ ആ 7ാമത്തെ കവാടത്തിൽ എത്തിയപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഏതയോ എന്ന് വെച്ചാൽ ആ 2 ദ്വാരപാലകന്മാർ, ഏതയോ എന്ന് വെച്ചാൽ ആ 2 ദ്വാരപാലകന്മാർ, ഒരു മിനിറ്റ്, ആ 2 ദ്വാരപാലകന്മാർ, അതാണ് ഏതയോ, അവര് നിവിവിശു എന്ന് വെച്ചാൽ കടന്നു വരുന്നത് കണ്ടു എന്ന്, അവര് കടന്നു വരുന്നത് കണ്ടു. മിഷതോ എന്ന് വെച്ചാല് ആ കടന്നു വരുന്ന സനകാദിമാരെ കണ്ടു. ആ പൃഷ്ട്വ, അനുവാദം ചോദിക്കാതെ, അതായത് 7ാമത്തെ കവാടത്തിൽ നിൽക്കുന്ന ഈ 2 ദ്വാരപാലകന്മാർ അവരോട് അനുവാദം ചോദിക്കാതെ 7ാമത്തെ കവാടം തുറന്ന് കടന്നു വരാൻ ശ്രമിക്കുന്ന സനകാദി മഹർഷിമാരെ കണ്ടു എന്ന്, അതാണ് പറയുന്നത് കേട്ടോ. ആ പൃഷ്ട്വ എന്ന് വെച്ചാൽ അനുവാദം ചോദിക്കാതെ, മിഷദഹ എന്ന് വെച്ചാൽ അവരെ കണ്ടു എന്ന്, നിവിവിശു എന്ന് വെച്ചാൽ കടന്നു വരുന്ന, അനുവാദം ചോദിക്കാതെ കടന്നു വരുന്ന അവരെ കണ്ടു. ഏതയോ എന്ന് വെച്ചാൽ ആ 2 ദ്വാരപാലകന്മാരും ആ 7ാമത്തെ വാതിലും തുറന്ന് അവരവിടെ കാവല് നിൽക്കുക, അവരോട് അനുവാദം ചോദിക്കാതെ 7ാമത്തെ വാതിലും തുറന്ന് കടന്നു വരുന്ന മഹർഷിമാരെ കണ്ടു. അവരുടെ പ്രത്യേകത എന്താ? പൂർവ്വയഥ, യഥാന്ന് വെച്ചാൽ പോലെ, പൂർവ്വന്ന് വെച്ചാൽ മുന്നത്തെ പോലെ, പുരട വജ്ര കവാടികായ, സ്വർണം പതിപ്പിച്ച പവിഴം പതിപ്പിച്ച രത്നങ്ങൾ പതിപ്പിച്ച വാതിലുകൾ, ആ മുന്നത്തെ 6 വാതിലുകളും എപ്രകാരമാണോ അവർ തുറന്നു വന്നത്, ആരോടും അനുവാദം ചോദിച്ചില്ല. സനകാദി മഹർഷിമാർ മുന്നത്തെ 6 വാതിലും എപ്രകാരമാണോ ആരോടും അനുവാദം ചോദിക്കാതെ കടന്നു വന്നത്, അതേപോലെ 7ാമത്തെ വാതിലും തുറന്ന് കടക്കാൻ ശ്രമിക്കുകയാണ്. ഈ 2 ദ്വാരപാലകന്മാരും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കടന്നു വരാൻ ശ്രമിക്കുന്ന മഹർഷിമാരെയാണ് ഈ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ കണ്ടത്. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അങ്ങനെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? തടഞ്ഞു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വൈകുണ്ഠ ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തൊട്ടു മുന്നേ നമ്മൾ വൈകുണ്ഠത്തിന്റെ വർണ്ണന പറഞ്ഞപ്പോൾ പറഞ്ഞു. ആർക്കൊക്കെയാണ് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്? ആരാണോ ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞ, ഞാനെന്ന അഹങ്കാരം പൂർണ്ണമായും ശമിച്ചവര്, അവർക്ക് മാത്രമേ വൈകുണ്ഠത്തെ കാണാനും പ്രവേശിക്കാനും സാധിക്കുള്ളൂ. അല്ലാത്തവർക്കൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റണമെങ്കിൽ ആ സനകാദി മഹർഷിമാർ അങ്ങനെയുള്ളവരാണ് എന്ന് ചിന്തിച്ചില്ല എന്ന് ജയവിജയന്മാര്. മനസ്സിലായോ? 7ാമത്തെ കവാടം വരെ എത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു സാധാരണക്കാരല്ല. ഇവർ പൂർണ്ണമായും ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഇവിടെ വരെ എത്താൻ ആർക്കും സാധിക്കില്ല. ഭഗവാൻ ഇച്ഛയില്ലാതെ അവിടെ വരെ എത്താൻ, ഭഗവാനെ കാണാൻ, വൈകുണ്ഠത്തിൽ എത്താൻ ആർക്കും സാധിക്കില്ല. ഭഗവാൻ ഇച്ഛിക്കണമെങ്കിലോ ആരാണോ ഭഗവാനെ ശരണാഗതി അടയുന്നത്, ഞാനെന്ന അഹങ്കാരത്തെ ശമിച്ച്, അവരെ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ. അങ്ങനെ ഭഗവാൻ ആഗ്രഹിച്ചവർക്ക് മാത്രമേ വൈകുണ്ഠത്തിൽ എത്താൻ പറ്റുള്ളൂ. അതപ്പോ പാർഷദന്മാരായ ജയവിജയന്മാർ ചിന്തിച്ചില്ല. അവര് ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ, നിങ്ങൾ ആരാ? ഞങ്ങളാണ് ഭഗവാന്റെ പാർഷദന്മാർ എന്നുള്ള, ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഭേദചിന്ത കാണിച്ചു. മനസ്സിലായോ? അതെന്തുകൊണ്ടായിരിക്കും കാണിക്കാനുള്ള അതിന്റെ മൂല കാരണം? ഞാൻ എന്ന അഹങ്കാരം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതാണ് അവര് ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ, നിങ്ങൾക്ക് അങ്ങനെ ഓടി അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഇവിടെ കയറണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം ചോദിക്കണം. പക്ഷെ ഈ വന്നിരിക്കുന്നവർ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ചിന്തിച്ചില്ല. അപ്പോൾ ഭഗവാന്റെ കണ്ണിൽ ഇവരും അവരൊക്കെ എല്ലാവരും ഒരുപോലെയാണ്. അപ്പം അത് ചിന്തിക്കാതെയാണ് സനകാദികളെ തടഞ്ഞത്. അതാണ് ശ്ലോകം 30 കാണുന്നത്. താൻ വീക്ഷ്യ വാദരശനാൻ ചതുരഹ കുമാരാൻ
വൃദ്ധാൻ ദശാർദ്ധവയസഃ വിദിതാത്മതത്വാൻ വേത്രേണ ച അസ്കലയതാം അദദർഹണാൻ തൗ തേജോഃ വിഹസ്യ ഭഗവത് പ്രതികൂലശീലൗ താൻ വീക്ഷ്യ വാദരാശനാൻ ചതുരഃ കുമാരാൻ വൃത്താൻ ദശാർദ്ധവയസഃ വിദിത ആത്മതത്വാൻ വേത്രേണ ച അസ്കലയതാം അദദർഹണാൻ തൗ തേജോഃ വിഹസ്യ ഭഗവത് പ്രതികൂലശീലൗ താൻ വീക്ഷ്യ എന്ന് വെച്ചാൽ കണ്ടിട്ട്, വാദരശനാൻ എന്ന് വെച്ചാൽ നഗ്നരായിട്ട്, സനകാദികളെ അറിയാലോ വ്യക്തിബോധം ഇല്ലാത്തവരാണ്, അപ്പൊ പൂർണ്ണ നഗ്നരായിട്ടുള്ള ചതുരകുമാരാൻ ആ 4 കുമാരന്മാരെ വൃദ്ധന്മാരാണ് അവര്. അത് നമുക്ക് ഊഹിക്കാലോ, കാരണം ഏറ്റവും ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചവരാണ് അവര്. അതിനുശേഷം പിന്നെ എത്രയോ ജന്മങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ ശതരൂപ, അതുപോലെ സ്വയംഭൂവമനു, പിന്നെ അവരുടെ കൂടെ മറ്റുള്ള ദക്ഷ പ്രജാപതി, അദ്ദേഹത്തിൻ്റെ മക്കൾ ദിതി, അവരിൽ നിന്നൊക്കെ ഉണ്ടായി. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായ സനകാദി മഹർഷിമാർ ശരിക്കും വൃദ്ധന്മാരായിരിക്കണം. പക്ഷേ ദശാർദ്ധം 10ന്റെ നേർപകുതിയായ 5 വയസ്സേ അവരെ കണ്ടാൽ തോന്നുള്ളൂ. അത്രയും ചെറിയ കുമാരന്മാരാണെന്ന് മനസ്സിലായോ? അപ്പോൾ പൂർണ്ണ നഗ്നരായിട്ടുള്ള ആ നല്ല വയസ്സായിട്ടുണ്ട്, പക്ഷെ എന്നാൽ കണ്ടാൽ വെറും 5 വയസ്സ് പ്രായമുള്ള ഒരു കുമാരന്മാർ, കുട്ടികളായിട്ട് മാത്രം തോന്നുന്ന ആ കുമാരന്മാർ, ആ സനകാദി മഹർഷിമാരായ ആ 4 കുമാരന്മാരെ വീക്ഷ്യ കണ്ടിട്ട് വിദിതാത്മതത്വാൻ, അതായത് യഥാർത്ഥ ആത്മതത്വത്തിന്റെ ബോധമുണർന്ന ആ മഹർഷിമാരെ, ആ കുമാരന്മാരെ കണ്ടിട്ട് എന്താ സംഭവിച്ചത്? തേജോ വിഹസ്യ, അവരുടെ തേജസ്സിനെ ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാർ പരിഹസിച്ചു. അതാണ് വിഹസ്യ എന്ന് പറയുന്നത്. അവരുടെ ആ കുമാരന്മാർ കുട്ടികളെ പോലെയല്ലേ, 4 കുമാരന്മാരല്ലേ, അപ്പോൾ അവരുടെ ആ തേജസ്സിനെ, ആ പ്രഭാവത്തെ അങ്ങ് പരിഹസിച്ചു. എന്നിട്ട് ഭഗവത് പ്രതികൂല ശീലവും, ഭഗവാനെ ഇഷ്ടപ്പെടാത്ത ഒരു ശീലം അവരവിടെ കാണിച്ചു. അതാണ് പറയുന്നത് ഭഗവത് പ്രതികൂല, ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായ ഒരു ശീലമാണ്, ഒരു സ്വഭാവമാണ് അവരവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് സനകാദി മുനിമാരായ 4 കുമാരന്മാരെ, ആത്മതത്വബോധം ഉണർന്ന ആ കുമാരന്മാരെ പരിഹസിച്ചു ചിരിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്ത്? അദദർഹണാൻ എന്ന് വെച്ചാൽ ഒരൽപ്പം പോലും പരിഹാസം അർഹിക്കാത്ത, ആദരവോ മാത്രം ലഭിക്കേണ്ടവരായിട്ടുള്ള, അതിനുള്ള യോഗ്യതയുള്ള ആ മഹർഷിമാരെ എന്ന് വെച്ചാൽ ആ പാർഷദന്മാർ അവരുടെ തേജസ്സിനെ പരിഹസിച്ച് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പെരുമാറി വേത്രേണ, അവരുടെ കൈ കൊണ്ടുള്ള വടി കൊണ്ട് അസ്കലയതാം, മഹർഷിമാരെ അങ്ങ് തടഞ്ഞു എന്ന്. ആ വടി വെച്ചിട്ട് മുന്നിലങ്ങോട്ട് വെച്ച് തടഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മനസ്സിലായ? അതാണ് അവർ ചെയ്തത്. അപ്പോൾ ആ പൂർണ്ണ നഗ്നരായിട്ട്, കണ്ടാൽ വയസ്സായിട്ടുണ്ട്, വൃദ്ധന്മാരാണ്, പക്ഷേ എന്നാൽ ഒറ്റ നോട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, വെറും 5 വയസ്സ് പ്രായമുള്ള കുമാരന്മാരെ പോലെ തോന്നിക്കുന്ന, ആത്മബോധം ഉണർന്ന ആ സനകാദി മഹർഷിമാരായ 4 കുമാരന്മാരെ കണ്ടിട്ട് ഒരിക്കൽ പോലും പരിഹാസത്തിന് അർഹരല്ലാത്ത, ആദരിക്കപ്പെടാൻ യോഗ്യതയുള്ളവരായ അവരുടെ തേജസ്സിനെ പരിഹസിച്ചുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാർ അവരുടെ മുന്നിൽ ആ വടി കൊണ്ട് തടഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സം നിന്നു. ശ്ലോകം 31. താഭ്യാം മിഷത്സു അനിമിഷേഷു നിഷിധ്യമാന സ്വർഹത്തമ ഹി അഭിഹരേ പ്രതിഹാരഭാവ്യാം ഊജു സുഹൃത്തമ ദിദൃക്ഷിത ഭംഗ ഈഷത് കാമാനുജേന സഹസാത ഉപപ്ലുത അക്ഷ. ഒന്നുകൂടി പറയാം. താഭ്യാം മിഷത്സു അനിമിഷേഷു നിഷിധ്യമാനഃ സ്വർഹത്തമാ ഹി അഭിഹരേഹേ പ്രതിഹാരഭാഭ്യാം ഊജുഹു സുഹൃത് തമ ദിദൃക്ഷിത ഭംഗ ഈഷത് കാമ അനുജേന സഹസാത ഉപപ്ലുത അക്ഷ. അതായത് താഭ്യാം, ആ ദ്വാരപാലകന്മാരാൽ, അനിമിഷേഷു എന്ന് വെച്ചാൽ മറ്റു ദേവന്മാർ, ആ വൈകുണ്ഠ ലോകത്തിലുള്ള മറ്റു ദേവന്മാരെ മിഷത്സു എന്ന് വെച്ചാൽ നോക്കി നിൽക്കേ. അവിടെ അപ്പോൾ ഈ ദ്വാരപാലകന്മാരും സനകാദികളും മാത്രമല്ല, ആ വൈകുണ്ഠ ലോകത്തിലുള്ള മറ്റു പാർഷദന്മാരും ദേവന്മാരും നോക്കി നിൽക്കെ താഭ്യാം, ഈ 2 പാർഷദന്മാരാൽ നിഷിധ്യമാന, തടയപ്പെട്ട, അവർ തടഞ്ഞു നിർത്തിയ ആ മഹർഷിമാർ
സ്വർഹത്തമ അബി എന്ന് വെച്ചാൽ എന്താ, വളരെ ഉത്തമന്മാരായിട്ടുള്ള അദ്വൈതത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും, അബി എന്ന് വെച്ചാൽ ആണെങ്കിൽ പോലും, അതാണ് സ്വർഹത്തമ, വളരെയധികം നിയന്ത്രിച്ച് എല്ലാ ഒരു വികാരങ്ങളും ഇല്ലാത്ത പൂർണ്ണ ഉത്തമന്മാരായിട്ടുള്ള അദ്വൈതത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഹരേഹേ പ്രതിഹാരഭാവ്യാം, ഭഗവാൻ ശ്രീഹരിയുടെ പാർഷദന്മാരാൽ നിഷിദ്ധ്യമാനഹ, തടയപ്പെട്ടപ്പോൾ എന്താ അവർക്ക് പറ്റിയത്? സുഹൃത്തമ എന്ന് വെച്ചാൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഭഗവാനെ ദിദൃക്ഷിത, കാണാൻ ആഗ്രഹിച്ചു വന്നതിന് ഭംഗഹ, തടസ്സം നിന്നത് കണ്ടപ്പോൾ ഈഷത്ത് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു കാമ അനുജേന, കാമത്തിൻ്റെ അനുജനായിട്ട് ജനിച്ച ആരായിരിക്കും? കാമം എന്ന് വെച്ചാൽ ആഗ്രഹത്തിൻ്റെ അനിയനായിട്ട് പിന്നാലെ ജനിക്കുക ആരായിരിക്കും? ആഗ്രഹം നടക്കാണ്ട് വരുമ്പോൾ വരുന്ന കോപം. ആ കോപം സഹസ, വളരെ പെട്ടെന്ന് ഉപപ്ലുത അക്ഷ, അവരുടെ കണ്ണുകളിൽ അങ്ങ് ജ്വലിച്ചു. അങ്ങനെ ജ്വലിച്ചു നിന്ന അവർ ഊജു എന്ന് വെച്ചാൽ ഈ പാർഷദന്മാരോട് പറഞ്ഞു എന്ന് മനസ്സിലായോ? അപ്പം ഭഗവാന്റെ ആ വൈകുണ്ഠത്തിലുള്ള അനിമിഷേഷു എന്ന് വെച്ചാൽ ആ വൈകുണ്ഠത്തിലുള്ള മറ്റു ദേവന്മാർ മിഷുത്സു, നോക്കി നിൽക്കെ ആ പാർഷദന്മാർ, താപ്യാം എന്നാൽ ആ പാർഷദന്മാരാൽ തടയപ്പെട്ടു. നിഷിദ്ധമാന എന്ന് വെച്ചാൽ തടയപ്പെട്ട ആ സനകാദി മഹർഷിമാര് വളരെ ഉത്തമന്മാരാണെങ്കിൽ പോലും ഭഗവാന്റെ പാർഷദന്മാരാൽ ഹരേ പ്രതിഹാരഭാവ്യാം, ഭഗവാന്റെ പാർഷദന്മാരാൽ തടയപ്പെട്ടപ്പോൾ ആ ഒരു ഭഗവാനെ, ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തിന് ഭംഗം സംഭവിച്ച അവരിൽ വളരെ ചെറിയ തോതിൽ ആഗ്രഹത്തിൻ്റെ അനിയനായി ജനിക്കുന്ന കോപം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കണ്ണുകളിൽ ജ്വലിച്ച് അവർ ജയവിജയന്മാരോട്, ആ പാർഷദന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ഇനി അവരെന്താണ് പറഞ്ഞത്? ശ്ലോകം 32. മുനയഃ ഉജു, സനകാദി മഹർഷിമാർ പറഞ്ഞു, കഹ വാം ഇഹ ഏത്യ, അത് എഴുതി വെച്ചോളൂ. കഹ വാം ഇഹ ഏത്യ ഭഗവത് പരിചര്യയാ ഉച്ചേ തത് ധർമ്മിണാം നിവസതാം വിഷമഃ സ്വഭാവഃ തസ്മിൻ പ്രശാന്തപുരുഷേ ഗതവിഗ്രഹേ വാം കഹ വ ആത്മവത് കുഹഗയഃ പരിശങ്കനീയ. കഹ വാം ഇഹ ഏത്യ ഭഗവത് പരിചര്യയാ ഉച്ചേ തത് ധർമ്മിണാം നിവസതാം വിഷമഃ സ്വഭാവഃ തസ്മിൻ പ്രശാന്തപുരുഷേഃ ഗതവിഗ്രഹേ വാം കഹ വ ആത്മവത് കുഹഗയഃ പരിശങ്കനീയ. അതായത് കഹ ആരാണ്, വാം നിങ്ങൾ. അപ്പോൾ മുനിമാർ, സനകാദി മഹർഷിമാർ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇഹ ഏത്യ, ഈ വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്നത് ഭഗവത് പരിചര്യ ഉച്ചൈ, വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നിങ്ങൾ മുൻജന്മത്തിൽ മുന്നേ എപ്പോഴോ ഭഗവാനെ സേവിച്ചിരിക്കുന്നു. അതാണ് ഭഗവത് പരിചര്യ ഉച്ചൈ, വളരെ ഉയർന്ന രീതിയിൽ മുന്നേ എപ്പോഴോ നിങ്ങൾ ഭഗവാനെ സേവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇഹ ഏത്യ, ഈ വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെയുള്ള നിങ്ങൾ ആരാണ്? എന്നിട്ട് ചോദിക്കുകയാണ്, തത് ധർമ്മിണ, ഭഗവാന്റെ ഭക്തന്മാർ, അവർ ധർമ്മിണ ഭഗവത് ഭക്തന്മാരായിട്ടുള്ള പാർഷദന്മാരിൽ പോലെ നിവസതാം, ഈ വൈകുണ്ഠത്തിൽ വസിക്കുന്ന നിങ്ങൾ വിഷമഃ സ്വഭാവഃ, ഈ വിരുദ്ധമായ സ്വഭാവം എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറ്റണോ ഇത് കാണിക്കാൻ? നിങ്ങൾ എപ്പോഴോ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഭഗവാനെ സേവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെയുള്ള നിങ്ങൾ ആരാണ്? എന്നാൽ വൈകുണ്ഠത്തിലുള്ള മറ്റു ഭഗവാന്റെ ഭക്തന്മാരായ പാർഷദന്മാരെ പോലെ വൈകുണ്ഠത്തിൽ വസിക്കുന്ന നിങ്ങൾ ആ വൈകുണ്ഠ നിവാസികൾക്ക് വിരുദ്ധമാകുന്ന രീതിയിലുള്ള പെരുമാറ്റം, സ്വഭാവം ഇത് എങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ തോന്നുന്നു? എന്നിട്ട് പറയാണ്, തസ്മിൻ, ആ ഭഗവാനെ കാണാൻ ആരാ? പ്രശാന്ത പുരുഷ, പ്രശാന്തമായിട്ടിരിക്കുന്ന പുരുഷനായിട്ടുള്ള ആ ഭഗവാനെ, ഗതവിഗ്രഹേ, ഒരു ശത്രുക്കളും ഇല്ലാത്ത ആ ഭഗവാനെ കാണാൻ വന്ന ഞങ്ങളെ വാം, നിങ്ങൾ, വാം എന്ന് വെച്ചാൽ നിങ്ങൾ, ആത്മവത് എന്ന് വെച്ചാൽ നിങ്ങളെ പോലെ തന്നെ കണ്ടു, കുഹഗയഃ, മനസ്സ് മുഴുവൻ കാപഢ്യമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഭേദചിന്തയുള്ളവരായിട്ട്, പരിശങ്കനീയ, നിങ്ങൾക്ക് തോന്നിയതാണ്, എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല എന്നാണ് അവർ പറയുന്നത്. കഹ, അതെങ്ങനെ തോന്നി എന്നാണ് ആ ചോദിക്കുന്നത്. അപ്പോൾ പ്രശാന്ത പുരുഷനായ ശത്രുക്കളില്ലാത്ത ആ സാക്ഷാൽ ശ്രീഹരിയെ കാണാൻ വന്ന ഞങ്ങളെ
നിങ്ങളുടെ മനസ്സിൽ കാപട്യം ഉള്ളത് കൊണ്ട് അതേപോലെ കാപട്യം ഉള്ളവരായിട്ട് നിങ്ങൾക്ക് തോന്നിയതിന് എന്താണ് അതിന് കാരണം? നിങ്ങൾ ആരാണ്? നിങ്ങൾ മുന്നേ എപ്പോഴോ ചെയ്ത പുണ്യം ഭഗവത് സേവനത്താലാണ് വൈകുണ്ഠത്തിൽ എത്തിയത്. പക്ഷേ വൈകുണ്ഠത്തിലെ പാർഷദന്മാരെ പോൽക്ക് അവർക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പെരുമാറുന്നത്. അതിന് കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് ഊഹിച്ചൂടെ, ഈ വാതിൽ വരെ എത്തണമെങ്കിൽ ഞങ്ങളുടെ യോഗ്യത എന്തായിരിക്കും? ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇച്ഛിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റില്ല. അതുപോലെ ഈ വാതിൽ വരെ എത്തണമെങ്കിൽ ഞങ്ങൾ അത്രയും അദ്വൈതത്തിൽ എത്തിയത് കൊണ്ട് മാത്രം ഇവിടെ എത്തിയിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. അപ്പോൾ ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ എന്ന് പറഞ്ഞ് തടയുകേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്നാണ് ആ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഭഗവത് ഭക്തന്മാർക്ക് വിരുദ്ധമായി, അവരുടെ സ്വഭാവത്തിന് വിരുദ്ധമായി പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റണു? ഭഗവാന്റെ ഭക്തന്മാരായിട്ട് കാണാൻ വന്ന ഞങ്ങളെ, നിങ്ങളുടെ മനസ്സിലാണ് ശരിക്കും ആ കാപട്യം ഉള്ളത്, ആ ഒരു അഹങ്കാരം ഉള്ളത്. അപ്പം നിങ്ങൾക്ക് വന്ന ഞങ്ങളിലും ആ അഹങ്കാരം ഉണ്ടെന്ന് തോന്നുകയാണ്. സത്യത്തിൽ ഞങ്ങൾ അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിരുദ്ധമായി തോന്നുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറയാണ് ശ്ലോകം 33 നഹി അന്തരം ഭഗവതിഹ സമസ്ത കുക്ഷൗ വാ ആത്മാനാം ആത്മനി നഭഃ നഭസി ഇവ ധീര പശ്യന്തി യത്ര യുവയോഹോ സുരലിംഗിനോ കിം വ്യുത്പാദിത് ഹി ഉദരഭേദി ഭയം യദ അസ്യഹ നഹി അന്തരം ഭഗവതിഹ സമസ്ത കുക്ഷൗ വാ ആത്മാനം ആത്മനി നഭഃ നഭസി ഇവ ധീര പശ്യന്തി യത്ര യുവയഃ സുരലിംഗിനോഹോ കിം വ്യുത്പാദിതം ഹി ഉദരഭേദി ഭയം യദഃ അസ്യ. അതായത് എന്ന് വെച്ചാൽ ഇല്ല, അന്തരം ഒരു വ്യത്യാസവും ഇല്ല എന്ന്. ഭഗവതിഹ ആ ഭഗവാനിൽ സമസ്ത കുക്ഷോ സർവ്വലോകങ്ങളെയും തൻ്റെ ഉദരത്തിൽ സംരക്ഷിച്ചു പിടിച്ച ആ ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞവർക്ക് ഇവിടെ ഒരു അന്തരവും നഹി അന്തരം, ഒരു അന്തരവും കാണാൻ, ഒരു വ്യത്യാസവും ആരിലും കാണാൻ പറ്റില്ല. ആത്മാനം ആത്മനി, പരമാത്മാവും ജീവാത്മാവും അവർക്ക് ഒന്ന് തന്നെയാണ്. സാക്ഷാൽ പൂർണ്ണമായി വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവും ആ പരമാത്മാവിൻ്റെ ഒരു ശരീരത്തിലിരിക്കുന്ന അംശത്തെ ജീവാത്മാവ്, ശരീരമാകുന്ന കുടം പൊട്ടിക്കഴിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ. ആ ശരീരത്തിലിരിക്കുന്ന ചെറിയ ഭാഗത്തെ ജീവാത്മാവും വ്യാപിച്ചു നിൽക്കുന്ന വിശാലമായ ഭാഗത്തെ പരമാത്മാവ് എന്നും വിളിക്കുന്നു. അപ്പം അത് തമ്മിൽ എന്താ വ്യത്യാസം? അതുപോലെ നഭഃ നഭസി, നഭസി എന്ന് വെച്ചാൽ വലിയ ആകാശം, നഭഃ എന്ന് വെച്ചാൽ ചെറിയ ആകാശം. വലിയ ആകാശവും ചെറിയ ആകാശവും ഇവ പോലെ ധീരഹ ജ്ഞാനം നേടിയ ധീരന്മാർക്ക് ഒരു അന്തരവും ഇല്ല. വലിയ ആകാശവും ചെറിയ ആകാശവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ വിശാലമായ ശൂന്യമായ ആകാശം. ആ ആകാശത്ത് ഒരു കുടം കൊണ്ടുവച്ചാൽ ആ കുടത്തിനുള്ളിലിരിക്കുന്ന ആകാശത്തിന്റെ ഭാഗം, ചെറിയ ആകാശം, അതും ഈ പുറത്തുള്ള വിശാലമായ ആകാശവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കുടം പൊട്ടിയാൽ രണ്ടും ഒന്ന് തന്നെ. കുടത്തിലിരിക്കുമ്പോൾ ചെറിയ ഭാഗം അത് ചെറിയ ആകാശം, പുറത്ത് വിശാലമായത് വലിയ ആകാശം. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ അതാണ് ധീരഹ. അങ്ങനെ ജ്ഞാനം നേടിയ ധീരന്മാർക്ക് ഈ ലോകത്ത് ജീവാത്മാവും പരമാത്മാവും, ചെറിയ ആകാശവും പാത്രത്തിലിരിക്കുന്ന ചെറിയ ആകാശവും വിശാലമായ ആകാശവും പോലെ ജീവാത്മാവും പരമാത്മാവും ഒന്നായി കാണുന്ന ജ്ഞാനികൾക്ക് ഇവിടെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം ഭഗവാന്റെ ഉദരത്തിൽ തന്നെ ലയിക്കുന്നു സൂക്ഷ്മരൂപത്തിൽ. അപ്പോൾ ഭഗവാൻ എന്താ വ്യത്യാസം? വേർതിരിവുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള എത്ര പശ്യന്തി, അങ്ങനെയുള്ള ആ ജ്ഞാനികളെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല? എന്നിട്ട് പറയാണ് യുവയഹ, നിങ്ങൾ രണ്ടുപേരും സ്വരലിംഗിനോ, ഈ വൈകുണ്ഠത്തിൽ വസിക്കുന്നവരുടെ വേഷം ധരിച്ചു നിൽക്കുന്നത് കിം, എന്തുകൊണ്ട്? അത് അങ്ങനെ നിൽക്കുന്നവരായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളെ മനസ്സിലാവുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. സുരലിംഗിനോ, സുരന്മാരുടെ, ദേവന്മാരുടെ, പാർഷദന്മാരുടെ വേഷം ധരിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തുകൊണ്ട് ഞങ്ങളെ മനസ്സിലാവുന്നില്ല? എന്നിട്ട് പറയാണ് ഉദരഭേദി, പലതായി കാണുന്ന ഭേദചിന്തയുള്ളവർക്ക് ഭയം, അങ്ങനെയുള്ള ഭയവും യഥഃ അസ്യ, എവിടെ നിന്നാണ്? നിങ്ങളുടെ ഉള്ളിൽ വ്യുത്പാദിതം എന്ന് വെച്ചാൽ വ്യാപിച്ചത്, ഉണ്ടായത്. അതായത് ഈ ഭേദചിന്ത, നിങ്ങൾ മാറി നിൽക്ക്, നിങ്ങൾ ആരാ ഇപ്പം കടക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്ന വൈകുണ്ഠത്തിന് ഇതൊന്നുമില്ല അല്ലേ? വൈകുണ്ഠം എന്ന് വെച്ചാൽ പരിപൂർണ ആനന്ദം മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഒരു ഭേദചിന്തകളോ ഒന്നുമില്ല, പൂർണ്ണ പരമമായ ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണോ ഇപ്പം ഈ വ്യത്യാസവും മാറ്റി നിർത്തലൊക്കെ വന്നത്? അതാണ് പറയുന്നത്, ഈ ഭേദചിന്തയും ഭയവും ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ
വ്യുത്പാദിതം എന്ന് വെച്ചാൽ വ്യാപിച്ചത്. അപ്പം അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ സനകാദി മഹർഷിമാർ പറയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എങ്ങനെ ഈ ഭേദചിന്ത വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പറയാണ്, യഥാർത്ഥത്തിൽ ശരിയായ ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ സകലതും ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ആ ഭഗവാനിൽ ജീവാത്മാവും പരമാത്മാവും, വലിയ ആകാശവും ചെറിയ ആകാശവും പോലെ തന്നെ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് അറിഞ്ഞ് ഭേദചിന്തയില്ലാത്തവരാണ് ശരിയായ ജ്ഞാനികൾ. അപ്പോൾ വൈകുണ്ഠവാസികളെ പോലെ പാർഷദന്മാരെ പോലെ വേഷം ധരിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളെ കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല? എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ഭേദചിന്തയും ഭയവും ഒക്കെ വ്യാപിച്ചത് എന്ന് പാർഷദന്മാരായ ജയവിജയന്മാരോട് സനകാദികൾ ചോദിക്കുകയാണ്. ഇനി 35 ശ്ലോകം വരെ നിൽക്കുള്ളൂ. തത് വാം അമൂഷ്യ പരമസ്യ വിഗുണ്ഡഭർത്തു കർത്തും പ്രകൃഷ്ടം ഇഹ ധീമഹി മന്ദദീഭ്യാം ലോകാനിതഃ വ്രജതം അന്ധരഭാവദൃഷ്ട്യാ പാപീയസ ത്രയ ഇമേ വിഭവഃ അസ്യ യത്ര. തത് വാം അമൂഷ്യ പരമസ്യ വിഗുണ്ഡഭർത്തു കർത്തും പ്രകൃഷ്ടമിഹ ധീമഹി മന്ദദീഭ്യാം ലോകാനിതഃ വ്രജതം അന്ധരഭാവദൃഷ്ട്യാ പാപീയസ ത്രയ ഇമേ രിഭവഃ അസ്യ യത്രഃ. തത് അതുകൊണ്ട്, സനകാദി മഹർഷിമാർ പറയാണ്, തത് എന്ന് വെച്ചാൽ അതുകൊണ്ട്, വാം നിങ്ങൾ, അമൂഷ്യ ആ ഭഗവാന്, പരമസ്യ പരമപുരുഷനായിട്ടുള്ള വിഗുണ്ഡഭർത്തു വൈകുണ്ഠത്തിൻ്റെ രക്ഷാധികാരിയുമായിട്ടുള്ള നാഥനുമായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാന് നിങ്ങൾ, ആ ഭഗവാന് കർത്തും പ്രകൃഷ്ടം, ആ ഭഗവാൻ ഇച്ഛിക്കുന്ന രീതിയിൽ ഇനി ഒന്നും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇവിടെ പറ്റില്ല. മന്ദദീപ്യാം, അതായത് ബുദ്ധി ഭ്രമിച്ചു പോയവരായിരിക്കുന്നു. ഞങ്ങൾ എന്നൊരു ഭേദചിന്ത, ഞാൻ എന്തോ ആളാണ്, ഞങ്ങൾ എന്തൊരു ഈ അറിവ് ജ്ഞാനം നേടുമ്പോൾ തന്നെ ചിലർക്ക് വരുന്നതാണ് ഞങ്ങൾ നേടി നിങ്ങൾക്കൊന്നും അതില്ല എന്നുള്ള ആ വ്യത്യാസവും ഭേദചിന്തയും. അപ്പം ആ ഒരു ഭേദചിന്ത, അതാണ് മന്ദദീപ്യ എന്ന് പറയുന്നത്. മന്ദബുദ്ധികളായിട്ട് ബുദ്ധിഭ്രമം സംഭവിച്ച നിങ്ങൾക്ക് ഭഗവാന് വേണ്ടി ഇനി ഇവിടെ എന്ന് വെച്ചാൽ ഈ വൈകുണ്ഠത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. മനസ്സിലായ? കാരണം പരമപുരുഷനായിട്ടുള്ള വൈകുണ്ഠത്തിന് നാഥനായിട്ടുള്ള ആ ഭഗവാന് വേണ്ടി മന്ദബുദ്ധികളായ നിങ്ങൾക്ക് ഇനി ഇവിടെ കർത്തും പ്രകൃഷ്ടം ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട്, അതായത് ആ അഹങ്കാരത്തിൽ ഇരിക്കുന്നവർക്ക് പ്രവർത്തിക്കാനായി ഇവിടെ ഇനി ഒന്നുമില്ല. ധീമഹി, അതിനാൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു എന്ന് സനകാദി മുനിമാർ പറയാണ്. ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു. എന്താണ്? ലോകാൻ, മറ്റൊരു ലോകത്തേക്ക്, ഇതഹ വ്രജതം, ഇതഹ എന്ന് വെച്ചാൽ ഈ വൈകുണ്ഠത്തെ, വ്രജതം വിട്ടുപോവുക, ഈ വൈകുണ്ഠത്തിൽ നിന്ന് പോയി അന്തരഭാവദൃഷ്ട്യ, ഈ ഭേദചിന്തകളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ലോകാൻ, ആ ലോകത്തിലേക്ക്, അന്തരഭാവദൃഷ്ട്യ, ഈ ഭേദചിന്തകളും ഞാൻ നീ ഇങ്ങനെയുള്ള രണ്ട് എന്നുള്ള ഭാവം, ദ്വൈതഭാവം നിറഞ്ഞു നിൽക്കുന്ന ലോകങ്ങളിലേക്ക് ഈ വൈകുണ്ഠം വിട്ട് പോവുക. പാപീയസ, പാപം നിറഞ്ഞ, ത്രയ ഇമേ, ത്രയം എന്നുവെച്ചാൽ മൂന്ന് ചിന്ത, കാമം ക്രോധം ലോഭം. അപ്പം പാപം നിറഞ്ഞ ഈ മൂന്ന് ചിന്തകളും നിറഞ്ഞ ആ ലോകം. അതോടൊപ്പം വിഭവഃ അസ്യ, വിഭവഃ എന്ന് വെച്ചാൽ ശത്രു ചിന്ത, അതായത് ശത്രുത്വം, അതായത് ശത്രുക്കളൊക്കെ ഉള്ള ദേഷ്യം, വൈരാഗ്യം എന്നിങ്ങനെയുള്ള വികാരങ്ങളൊക്കെയുള്ള ആ ലോകത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഈ വൈകുണ്ഠം വിട്ട് നിങ്ങൾ പോവുക, അത് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു എന്ന് സനകാദികൾ പറയാണ്. മനസ്സിലായോ? ഇനി ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല. കാരണം വൈകുണ്ഠത്തിൽ ഇങ്ങനെ ഒരു ഭേദചിന്തയില്ല. അവിടെ തടഞ്ഞ ആ ഒരു ഭേദചിന്തയോടുകൂടി തടഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം പൊന്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ആ അഹങ്കാരം ശമിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാമം ക്രോധം ലോഭം ദേഷ്യം ശത്രുക്കളും ഒക്കെ നിറഞ്ഞ ഭേദചിന്തകളോടുകൂടിയ മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിലേക്ക് പോയി സ്വന്തം കർമ്മത്തിലൂടെ അഹങ്കാരം ശമിച്ച് നിങ്ങൾ തിരിച്ചു വരിക വൈകുണ്ഠത്തിലേക്ക്. അപ്പം അത് ശമിക്കാൻ നിങ്ങൾ അതിന് കാരണമാകുന്ന കർമ്മം ചെയ്യാനായിട്ട് ഭൂമിയിൽ ജനിക്കുക, ഇവിടം വിട്ടു പോവുക എന്ന് സനകാദികളങ്ങ് ശപിച്ചു. ശ്ലോകം 35. തേഷാം ഇതി ഈരിതം ഉഭൗ അവധാര്യ ഘോരം തം ബ്രഹ്മദണ്ഡം അനിവാരണം അസ്ത്രപൂഖേ സദ്യഃ ഹരേ അനുചാരൗ ഉരു ബിഭ്രത തത് ഉരു ബിഭ്യത തത് പാദഗ്രഹൗ അപതതാം അധികാരേണ.
തേഷാം ഇതി ഈരിതം ഉഭൗ അവതാര്യ ഘോരം തം ബ്രഹ്മദണ്ഡം അനിവാരണം അസ്ത്രപൂഖേ സദ്യഃ ഹരേ അനുചരൗ ഉരുബിഭ്യത തത് പാദഗ്രഹൗ അപതതാം അധികാരേണ. തേഷാം ആ സനകാദി മഹർഷിമാരുടെ ഇപ്രകാരമുള്ള ഈരിതം വാക്കുകളെ കേട്ടപ്പോൾ ഉഭൗ ആ രണ്ട് പാർഷദന്മാർക്കും അവതാര്യ മനസ്സിലായി എന്ന് ഘോരമായ വാക്കുകളെ. സനകാദി മഹർഷിമാർ പറഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാല്ലേ വൈകുണ്ഠത്തിൽ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഹങ്കാരം ശമിക്കാനുള്ള കർമ്മം ചെയ്യാനായിട്ട് അഹങ്കാരവും കാമവും ക്രോധവും ലോഭവും ശത്രുക്കളും വൈരാഗ്യവും കോപവും ഒക്കെയുള്ള വികാരങ്ങളോടുകൂടി നിൽക്കുന്ന ലോകമായ ഭൂമിയിൽ പോയി പിറന്ന് ആ അഹങ്കാരം ശമിക്കാൻ വേണ്ട കർമ്മത്തെ ചെയ്ത് അവിടെ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ട് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടാണ്, തിരിച്ചു വരുന്നതല്ല, ആ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് സനകാദി മഹർഷിമാർ ശപിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഘോരമായ സനകാദികളുടെ വാക്കുകളെ കേട്ടപ്പോൾ ഉഭൗ ആ പാർഷദന്മാർക്ക് മനസ്സിലായി തമം എന്ന് വെച്ചാൽ ആ പറഞ്ഞ വാക്കുകൾ ബ്രഹ്മദണ്ഡം ബ്രാഹ്മണ ശാപമാണെന്ന് മനസ്സിലായി. ബ്രഹ്മത്തെ അറിഞ്ഞവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശാപം, അതാണ് ബ്രാഹ്മണ ശാപം. അതിനെ അനിവാരണം എന്ന് വെച്ചാൽ അതിനെ ഇല്ലാതാക്കാനായിട്ട് പ്രതിരോധിക്കാൻ ഒരിക്കലും കഴിയില്ല. അസ്ത്രപൂകെ ഒരു അസ്ത്രങ്ങൾ കൊണ്ടോ ആയുധം കൊണ്ടും അതിനെ തടയിടാനും സാധിക്കുകയില്ല. മനസ്സിലായ? അതിന് പ്രതിക്രിയ ചെയ്യാനും ബ്രാഹ്മണ ശാപത്തിന് പ്രതിക്രിയ ചെയ്യാനും സാധിക്കില്ല. ഒരു അസ്ത്രങ്ങൾ കൊണ്ടും അതിനെ തടയിടാനായിട്ടും സാധിക്കില്ല. അതാണ് ആ പറയുന്നത്. ബ്രഹ്മദണ്ഡം എന്ന് വെച്ചാൽ ബ്രാഹ്മണ ശാപം. ഇതാണ് നേരത്തെ ദിതിയും പറഞ്ഞത് അല്ലേ, എൻ്റെ മക്കൾ ഭഗവാന്റെ കൈകളാൽ വധിച്ചോട്ടെ, പക്ഷെ ഒരു ബ്രാഹ്മണനാൽ ശപിക്കപ്പെടുകയോ വധിക്കപ്പെടരുത് എന്നൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. കാരണം അത് ആ ജന്മത്തിലും ഇനി എത്ര ജന്മം കിട്ടിയാലും നരകത്തിലിരിക്കുന്നവർ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന് പറയുന്നത്. എത്ര ജന്മം കിട്ടിയാലും വീണ്ടും അസുര യോനിയിൽ പിറന്ന് അവരങ്ങനെ പ്രാരാബ്ദങ്ങൾ പേറി ജീവിക്കേണ്ടി വരും, അതോ ലോകങ്ങളിൽ ചെന്ന് പെടേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞത്. ആ സനകാദി മഹർഷിമാരുടെ ആ ശാപവാക്കുകൾ കേട്ടപ്പോൾ, ഘോരമായ ആ വാക്കുകൾ കേട്ടപ്പോൾ അത് ബ്രാഹ്മണ ശാപമാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നും ഇതിനെ ഒരു അസ്ത്രങ്ങൾ കൊണ്ടും തടയാനും കഴിയില്ല എന്നും ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാർ മനസ്സിലാക്കി. സദ്യ വളരെ പെട്ടെന്ന് തന്നെ ഹരേ അനുചരോ ഭഗവാൻ ശ്രീഹരിയുടെ പാർഷദന്മാരായിട്ടുള്ള ആ രണ്ട് പേരുടെയും പേരും ഒരു ബിഭ്യത എന്ന് വെച്ചാൽ വളരെ വലിയ ഭയത്തോടുകൂടി അവർ രണ്ടുപേരും പാദഗ്രഹവും ആ സനകാദികളുടെ പാദങ്ങളിൽ അപതതാം ദണ്ഡ നമസ്കാരം, അതായത് പൂർണ്ണമായും ശരണാഗതി അടഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. അധികാരേണ കുറ്റബോധത്താൽ, മനസ്സ് നിറയെ തെറ്റുപറ്റി എന്നുള്ള കുറ്റബോധം. കാരണം ബ്രാഹ്മണ ശാപമേറ്റാൽ ഇത് നിവർത്തിയില്ല, അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ വളരെ വലിയ ഭയത്തോടും കുറ്റബോധത്തോടും കൂടി ആ രണ്ട് പാർഷദന്മാരും സനകാദികളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ സത്സംഗം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി, അപ്പോൾ അതിനുശേഷം എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്കിനി ഞായറാഴ്ച നോക്കാം.